പ്രിയപ്പെട്ടവരെ, നമ്മൾ കർത്താവിൻ്റെ ശക്തി പ്രാപിക്കുന്നതിനെക്കുറിച്ചാണ് ഈശോൻ്റെ വചനം പരിശുദ്ധാത്മാവ് നമ്മളെ വെളിപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത്. എന്നിട്ട് അവസാനം ഈശോ എന്നാ പറഞ്ഞത്? അവസാനം പരിശുദ്ധാത്മ എന്നാ പറഞ്ഞത്? അതായത് ദൈവത്തിൻ്റെ ജ്ഞാനം നമ്മളിലേക്ക് ആവസിക്കുകയാണ്. അത് വലിയ ഒരു വെളിപാടാണത്. എന്താ കാര്യം വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ രക്ഷപ്പെടേണ്ട വഴി നമുക്ക് ഉപദേശിച്ച് തരാൻ ദൈവത്തിൻ്റെ ജ്ഞാനത്തിന് കഴിയും. ഇപ്പോൾ നിനക്ക് പല കോംപ്ലിക്കേഷനാണെന്ന് വിചാരിച്ചു, പല വിഷയങ്ങളാണ്. എവിടെ തുടങ്ങണം, ആരും നമ്മൾ ഉപദേശിക്കുമെന്ന് നമുക്കറിയത്തില്ല. ഈ പ്രശ്നം ഇപ്പോൾ തുടങ്ങിയതല്ല. എന്തുകൊണ്ട് ദൈവത്തിൻ്റെ ജ്ഞാനമെന്ന് ഈശോ വെളിപ്പെടുത്തി? എൻ്റെ ദൈവവേദനെ എന്തെങ്കിലും കാര്യങ്ങൾ ഈശോനെക്കുറിച്ച് നമ്മളെ വെളിപ്പെടുത്തിയാൽ ആ വെളിപാട് കേട്ട് നമ്മൾ അതനുസരിച്ച് ജീവിച്ച് രക്ഷപ്പെടാൻ വേണ്ടിയാണ്. ഇപ്പം മോസസ് ദൈവത്തോട് എന്താ പറഞ്ഞത്? മോസസ് ദൈവത്തോട് എന്നാ പറഞ്ഞത്? വഴിമുട്ടി, മൊഴിമുട്ടി, ഗതിമുട്ടി അസ്തപ്രജ്ഞനായി നിന്നുപോയ ഒരു പുറപ്പാട് കാലം മോസസിന് അവകാശമായി വന്നിട്ടുണ്ട്. ഉറക്കമില്ലായിരുന്നു, എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ലായിരുന്നു. മുമ്പിലാണെങ്കിൽ പുറപ്പാട് വഴികളിൽ ജെറീക്കോ കോട്ട, രാക്ഷസ കോട്ട നിൽക്കുന്ന, പുറപ്പാട് വഴികളിൽ ജോർദാൻ കരകവിഞ്ഞൊഴുകുന്ന, ജനങ്ങൾക്കാണെങ്കിൽ പട്ടിണിയാണ്. എന്ത് ചെയ്യണമെന്ന് മോസസിന് അറിയാൻ പാടില്ലായിരുന്നു. അപ്പോൾ മോസസ് കണ്ണീരോടെ കർത്താവോട് പറഞ്ഞു, കർത്താവേ, ഞാൻ നടക്കേണ്ട വഴി നീ എനിക്ക് കാണിച്ചു തരണമേ. അതാണ് വഴി, ജ്ഞാനം. ഞാൻ എന്താണ് ചെയ്യേണ്ടതെന്ന് എനിക്കറിയില്ല. അതാണ് പുറപ്പാടിൻ്റെ 33:12. പുറപ്പാട് 33:12. ഞാൻ നടക്കേണ്ട വഴി. മോസസിനെപ്പോലെ നമുക്ക് പ്രാർത്ഥിക്കാം, ദിവ്യകുർബാനയോട് പ്രാർത്ഥിക്കാം. എന്നെ ശ്രവിക്കുന്ന സോഷ്യൽ മീഡിയയിൽ പോയിരുന്ന് ധ്യാനം കൂടുന്ന എല്ലാ മക്കളും പ്രാർത്ഥിക്കട്ടെ, കർത്താവേ, മോസസിനെ പോലെ ഞാൻ പ്രാർത്ഥിക്കുന്നു. കർത്താവിൻ്റെ ജ്ഞാനം എന്നിലേക്ക് ആവസിച്ച് ആ ജ്ഞാനപ്രകാരം ഞാൻ നടക്കേണ്ട വഴി, എടുക്കേണ്ട തീരുമാനം എനിക്കിന്ന് വെളിപ്പെടുത്തണമേ. രാത്രിക്കുള്ളിൽ വെളിപ്പെടുത്തണമേ. സ്തുതിക്കട്ടെ, ഹല്ലേലൂയ. മോശയിൽ നിറഞ്ഞ ദൈവത്തിൻ ശക്തി അഭിഷേകമായി എന്നിൽ നിറഞ്ഞിടട്ടെ. മോശയിൽ നിറഞ്ഞ ദൈവത്തിൻ ശക്തി അഭിഷേകമായി എന്നിൽ നിറഞ്ഞിടട്ടെ. സൈന്യത്തിൻ മുൻപിൽ ആഴിതൻ നടുവിൽ അത്ഭുതങ്ങൾ ചെയ്തൊരു ആത്മശക്തി. സൈന്യത്തിൻ മുൻപിൽ ആഴിതൻ നടുവിൽ അത്ഭുതങ്ങൾ ചെയ്തൊരു ആത്മശക്തി. ഉയർത്തി, താതന്റെ വാഗ്ദാനമേ, പരിശുദ്ധരൂപായേ, താതന്റെ വാഗ്ദാനമേ, പരിശുദ്ധരൂപായേ, ഉന്നത ശക്തിയെ നിത്യസഹായക ഞങ്ങളിൽ നിറയണമേ. ഉന്നത ശക്തിയെ നിത്യസഹായക ഞങ്ങളിൽ നിറയണമേ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് സങ്കടം സമർപ്പിച്ചുകൊണ്ട് പറയുക. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് സഹനം സമർപ്പിച്ചുകൊണ്ട് പറയുക. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് മോസസിന് ദൈവം വഴി കാണിച്ചു കൊടുത്തു. അതാണ് സങ്കീർത്തനം എഴുതിയിരിക്കുന്നത്. ദൈവമായ കർത്താവ് മോസസിന് തൻ്റെ വഴികളും ഇസ്രയേൽ ജനത്തിന് തൻ്റെ പ്രവർത്തികളും അവിടുന്ന് വെളിപ്പെടുത്തി എന്ന് പറഞ്ഞ് ദൈവമായ കർത്താവ് മോസസിന് തൻ്റെ വഴികളും
ഇസ്രായേൽ ജനത്തിന് തൻ്റെ പ്രവൃത്തികളും വെളിപ്പെടുത്തി. സങ്കീർത്തനത്തിലെ 203 സങ്കീർത്തനമാണ് 7 തിരുവചനം. അവിടെ എന്താ വരുന്നത് മക്കളെ? തിയറിയും പ്രാക്ടിക്കലുമാണ് വരുന്നത്. ഞാൻ മുമ്പ് പറഞ്ഞില്ലേ നിങ്ങളോട്, 1 കൊരിന്ത്യസ് 1:24 ദൈവത്തിൻ്റെ ജ്ഞാനവും ദൈവത്തിൻ്റെ ശക്തിയും. അതുതന്നെയാണ് ദൈവത്തിൻ്റെ വഴികളും ദൈവത്തിൻ്റെ പ്രവൃത്തികളും സിദ്ധാന്തവും പ്രയോഗവും. ഒരേ സമയത്ത് തന്നെ അതാണ് ഞാൻ നിൻ്റെ മുഖത്ത് നോക്കി നീ നടക്കേണ്ട വഴി ഞാൻ നിനക്ക് കാണിച്ചു തരുമെന്ന്. ദൈവത്തിൻ്റെ പണ്ട് മുതലുള്ള വഴി ഇതാ. നിങ്ങൾ പോകരുതെന്ന് ഞാൻ പറയണത്. കർത്താവിൻ്റെ മുമ്പിൽ ഇരുന്നാലേ ഈ മൂട്ട കുത്തിയ പോലെ പോകരുത്. കർത്താവ് വഴി കാണിക്കാതെ ഞാൻ പോകത്തില്ലെന്ന് പറഞ്ഞു. ഈ ഉപവാസം എന്ന് പറഞ്ഞാൽ എന്നാ? ഉടമ്പടി ഉപവാസം. ഉടമ്പടി ഉപവസിക്കുന്നത് എന്തിനാണ്? അത് സങ്കീർത്തനം 32:8 എന്താ? നീ നടക്കേണ്ട വഴി നിൻ്റെ മുഖത്ത് നോക്കി ഞാൻ നിന്നെ ഉപദേശിക്കും. കർത്താവേ, നീ എനിക്ക് വഴി ഉപദേശിച്ച് തരണവരെ ഞാൻ ഒരിടത്തേക്കും പോകത്തില്ല. ഒന്ന് പറഞ്ഞ് കർത്താവേ. സങ്കീർത്തനം 32:8 അനുസരിച്ച് കൊണ്ട് കണ്ണീരോടെ പ്രാർത്ഥിക്കുന്നു. ഞാനും എൻ്റെ കുടുംബവും നടക്കേണ്ട വഴി, രക്ഷപ്പെടേണ്ട വഴി എനിക്ക് കാണിച്ചു തരണമേ. സ്തുതിക്കട്ടെ. ഹല്ലേലൂയ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് കർത്താവായ ദൈവമേ, ഞാൻ നടക്കേണ്ട വഴി എനിക്ക് കാണിച്ചു തരണമേ. എൻ്റെ മക്കളെ, ഇതിൻ്റെ ഒരു വിഷയമുള്ളത് മോശസിനെ നടക്കേണ്ട വഴി കാണിച്ചു തരണമേ എന്ന് മോശസ് പ്രാർത്ഥിച്ചില്ലേ? ഇവിടെ പ്രാർത്ഥിച്ചത് പുറപ്പാട് 33:12. അപ്പോൾ സങ്കീർത്തനം 103:7 അനുസരിച്ച് കൊണ്ട് അവൻ നടക്കേണ്ട വഴി അവന് കാണിച്ചു കൊടുത്തല്ലോ ദൈവം. പക്ഷേ എങ്ങനെയാണത് കാണിച്ചു കൊടുത്തത്? പ്രാർത്ഥിക്കുമ്പോൾ അതിന് ഈ മിനിമം പരിശുദ്ധാത്മാവിനെ പ്രിസർവ് ചെയ്യണമെന്ന് ഞാൻ പറയും. പൊട്ടത്തരാണ് പറയണത്, അങ്ങനെയൊന്നും പറയാൻ പാടില്ല. എന്നാലും ഞാൻ പറയുകയാണ്, പരിശുദ്ധാത്മാവിനെ നിലനിർത്തിക്കൊണ്ടാണ് എപ്പോഴും നമ്മുടെ വികാരങ്ങൾ, പ്രവൃത്തികൾ, സമീപനങ്ങളെല്ലാം പരിശുദ്ധാത്മാവിനെ ഗ്യാരണ്ടി ചെയ്യണം. നിങ്ങളുടെ ചില നിലപാട് കാരണം പരിശുദ്ധാത്മ വിട്ടുവെച്ചും പോകരുത്. നമുക്ക് ഇത്തിരി നഷ്ടം വരും ചിലപ്പോൾ സമയത്ത്. കർത്താവുമായിട്ടുള്ള എല്ലാ കച്ചവടത്തിനും ആദ്യം നഷ്ടമായിരിക്കും. അത് ഈശോ ആദ്യം പറഞ്ഞിട്ടുണ്ട്. ആദ്യം നമുക്ക് ചിലവാണ്, എക്സ്പെൻഡിച്ചറാണ്, പിന്നെയാണ് ഇൻകം വരണത്. ഇൻകം വന്നു കഴിഞ്ഞാൽ പിന്നെ നിത്യത വരെ വരുമെന്നേ ഉള്ളൂ. അതാണ് കർത്താവുമായിട്ടുള്ള ഇടപാടിൻ്റെ പ്രശ്നം. അതാണ് ഈശോ പറഞ്ഞത്, എന്നെ അനുഗമിക്കാൻ ആഗ്രഹിക്കണവൻ സ്വയം പരിത്യജിക്കണം. ആദ്യകാലങ്ങളിൽ ഇത്തിരി നഷ്ടം ഉണ്ടാകും. അപ്പം ചില സമയത്ത് ദൈവത്തെ നിലനിർത്താൻ, പരിശുദ്ധാത്മാവിനെ നിലനിർത്താൻ വേണ്ടി സഹോദരങ്ങളായിട്ടുള്ള വഴക്ക് ചിലപ്പോൾ ഒത്തുതീർക്കേണ്ടി വരും. അപ്പോൾ നമുക്ക് നഷ്ടം വരും. കാര്യം ചില കാര്യങ്ങൾ വിട്ടുവീഴ്ച കാണിക്കാതെ അത് സമാധാനത്തിൽ എത്തത്തില്ല. ചില കാര്യങ്ങൾക്ക് അല്പം വിട്ടുവീഴ്ച കാണിക്കാതെ സമാധാനത്തിൽ എത്തത്തില്ല. അപ്പോൾ നീ പക്ഷേ സമാധാനത്തിൽ എത്തുമ്പോൾ നീ ആരാകും? മത്തായി 5:8 അനുസരിച്ച് സമാധാനം പാലിക്കുന്നവർ അല്ലെങ്കിൽ അവർ ദൈവപുത്രർ എന്ന് വിളിക്കപ്പെടും. ഒരു പക്ഷേ നീ ഒരു വിട്ടുവീഴ്ച കാണിക്കുമ്പോൾ അതിൻ്റെ പേരിലൊരു സമാധാനം സഹോദരർക്കിടയിൽ നിൻ്റെ കർമ്മമണ്ഡലങ്ങളിൽ ഉണ്ടായിക്കഴിഞ്ഞാൽ നിനക്ക് നഷ്ടമാണ് വരുന്നത്. ആ നഷ്ടം എന്തനുസരിച്ച് വരുന്നതാണ്? 16:26 അനുസരിച്ച് വരുന്നതാണ്. ഇനി അനുഗമിക്കാൻ ആഗ്രഹിക്കണവൻ സ്വയം പരിത്യജിക്കുക, കുരിശെടുക്കുക, കൂടെ വരിക. അപ്പോൾ നമുക്ക് നഷ്ടമാണ് ഉണ്ടാകുന്നത്. ഈ നഷ്ടം കർത്താവിൻ്റെ വചനത്തെ പ്രതി, യേശുക്രിസ്തുവിനെ പ്രതിയാണ് ഈ നഷ്ടം വരുത്തുന്നതെങ്കിൽ എന്താ സംഭവിക്കണം? അതിൻ്റെ പേരിൽ സമാധാനം ഉണ്ടായാൽ നീ ആരായി മാറും?
5:8 അനുസരിച്ച് മാറും. എന്താണ്? ദൈവത്തിൻ്റെ മകനായി മാറും, ദൈവത്തിൻ്റെ മകളായി മാറും. ദൈവത്തിൻ്റെ മകനുമായി മാറിക്കഴിഞ്ഞാൽ പിന്നെ എന്താണ്? ദൈവരാജ്യത്തിൻ്റെ അവകാശികളായി മാറും. അങ്ങനെ അവകാശികൾക്ക് മാത്രമേ മക്കൾക്കടുത്ത പ്രാർത്ഥന ചെയ്യാൻ പറ്റത്തുള്ളൂ. ആദ്യമായി തന്നെ ഈശോപ്പായ്ക്കും അമ്മ മാതാവിനും കോടാനുകോടി നന്ദി പറയുന്നു. ഞാൻ രണ്ടാമത്തെ സാക്ഷ്യമാണ് ഞാനീ പറയാൻ പോകുന്നത്. രണ്ടാമത്തെ സാക്ഷ്യം പറയാനായി എനിക്ക് ഈ അൽത്താരയിൽ അനുഗ്രഹം തന്ന എൻ്റെ അമ്മ മാതാവിനും ഈശോപ്പായ്ക്കും കോടാനുകോടി നന്ദി. എൻ്റെ പേര് സിന്ധു, ഞാൻ കൊല്ലത്ത് നിന്ന് വരുന്നു. ഞാൻ ആദ്യമായി ഉടമ്പടി എടുത്തത് 2024 ഓഗസ്റ്റ് മാസം 23-ാം തീയതിയായിരുന്നു. ആദ്യത്തെ സാക്ഷ്യം ഞാൻ 2025 ജനുവരിയിൽ പറഞ്ഞിട്ടാണ് പോയത്. ഇതെൻ്റെ രണ്ടാമത്തെ സാക്ഷ്യമാണ് പറയുന്നത്. ഒപ്പം തന്നെ എൻ്റെ മക്കൾക്ക് കിട്ടിയ സാക്ഷ്യങ്ങൾ അവർ തന്നെ വിവരിക്കുന്നതാണ്. അപ്പോൾ രണ്ടാമത്തെ സാക്ഷ്യം എന്ന് പറയുന്നത്, എന്നെ 2021 എനിക്കൊരു വണ്ടി ആക്സിഡൻ്റ് ഉണ്ടായിരുന്നു. ആ ആക്സിഡൻറ്റ് 4 വർഷമായി ഒന്നും വിധിയാകാതെ കിടപ്പിലായിരുന്നു. അങ്ങനെ ഞാൻ ഉടമ്പടി എടുത്ത് ഇവിടെ പുതുക്കി പ്രാർത്ഥിച്ചതിന് ശേഷം, നിയോഗം വെച്ച് പ്രാർത്ഥിച്ചതിന് ശേഷം എൻ്റെ മെഴുകുതിരിയിൽ 7 എന്നൊരു അടയാളം കാണിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ജൂലൈ മാസത്തിൽ 7-ാം മാസത്തിൽ എനിക്ക് അവിടെ നിന്നും വക്കീൽ വിളിക്കുകയുണ്ടായി. ഇങ്ങനെ എൻ്റെ കേസ് വിധിയായിരുന്നു. അതിനു മുമ്പിട്ട് ഈ കേസ് ഫെബ്രുവരിയിൽ വിധിയായ കേസായിരുന്നു. പക്ഷേ ആ വക്കീൽ എന്നെ അറിയിച്ചിരുന്നില്ല. പക്ഷേ എൻ്റെ മെഴുകുതിരിയിലും എനിക്ക് അച്ഛൻ ഒരു ധ്യാനത്തിലും മുന്നേ പറഞ്ഞിരുന്നു, ജൂണിലൊരു ധ്യാനത്തിൽ അച്ഛൻ പറഞ്ഞിരുന്നു, വിധിയാകാതെ കിടക്കുന്ന കേസുകളെല്ലാം ഈ മാസം വിധിയാകുന്നുണ്ടെന്ന്. അപ്പം ഞാനത് പൂർണ്ണമായി വിശ്വസിച്ചു. എൻ്റെ കാര്യം തന്നെയാണ് അച്ഛൻ പറഞ്ഞിരിക്കുന്നത്. ആ മാസത്തിൽ തന്നെയാണ്, 7-ാം മാസത്തിലെ ആദ്യത്തെ ചൊവ്വാഴ്ചയാണ് അച്ഛൻ്റെ ആ ധ്യാനത്തിൽ ആ വാക്കുകൾ പറഞ്ഞിരുന്നത്. ആ മാസത്തിൽ തന്നെയാണ് ആ വക്കീൽ എന്നെ വിളിച്ചു പറയുന്നത്, സിന്ധുവിൻ്റെ കേസെല്ലാം വിധിയായിട്ടുണ്ട്, ഈ മാസം 29-ാം തീയതിക്ക് മുന്നേ കയറി വരണം, എല്ലാം റെഡിയായി കിടക്കുകയാണെന്ന്. അങ്ങനെ ഞാൻ ഇവിടെ വന്നു. അപ്പം ഞാൻ എൻ്റെ മക്കളോടൊപ്പം ഖത്തറിലായി നിൽക്കുകയായിരുന്നു. അതുകൊണ്ട് ഉടമ്പടി ഞാൻ ഓൺലൈനിലായിരുന്നു എടുത്തിരുന്നത്, ബാക്കി പുതുക്കലൊക്കെ. പിന്നെ ഇവിടെ വന്ന് പുതുക്കി, രണ്ടാമത്തെ പുതുക്കൽ ഇവിടെ വന്ന് പുതുക്കി. അച്ഛനെ കണ്ടു, പേപ്പറെല്ലാം അച്ഛൻ്റെ കയ്യിൽ കൊടുത്തു. അച്ഛൻ പറഞ്ഞു ധൈര്യമായി പൊയ്ക്കോളാൻ പറഞ്ഞു. ഞാൻ അവിടെ ചെന്നു, വക്കീലിൻ്റെ അടുത്ത് ചെന്നു, ഉപ്പിട്ട് പ്രാർത്ഥിച്ചു. ആ വക്കീൽ ചെറിയ ചൂടുകാരനായിരുന്നു, ഒരു ഇതായിരുന്നു, റഷായിട്ട് സംസാരിക്കുന്ന വക്കീലായിരുന്നു. പക്ഷേ ഉപ്പിട്ട് പ്രാർത്ഥിച്ചു. വക്കീൽ സൗമ്യമായി എന്നോട് പെരുമാറിയതൊക്കെ. അപ്പോൾ തന്നെ പറഞ്ഞു, സിന്ധുവിൻ്റെ പൈസ 10 ദിവസത്തേക്കാവും സിന്ധുവിൻ്റെ പൈസ അക്കൗണ്ടിലേക്ക് വരുമെന്ന് പറഞ്ഞു. സൂക്ഷം പോലെ തന്നെ 10 ദിവസം എടുത്തില്ല, അതിനു മുമ്പ് തന്നെ എൻ്റെ കേസിൻ്റെ വിധി സ്ഥാപിച്ചു, പൈസ അക്കൗണ്ടിൽ വരികയും ചെയ്തു. അതാണ് എൻ്റെ രണ്ടാമത്തെ സാക്ഷ്യം. പിന്നെ ഒന്നാമത്തെ സാക്ഷ്യത്തിൽ വിട്ടുപോയ ഒരു കാര്യമുണ്ട്. ഞാനിവിടുന്ന് ഉടമ്പടി എടുത്ത് പോകുന്ന സമയത്ത്, ഓഗസ്റ്റിലായിരുന്നു ഞങ്ങൾ ഉടമ്പടി എടുത്ത്, സെപ്റ്റംബറിൽ ഞങ്ങൾ ഖത്തറിലേക്ക് പോകുന്ന വഴിയിൽ, ഞാനും എൻ്റെ മക്കളും കൂടെ പോകുന്ന വഴിയിൽ ട്രെയിനിൽ വെച്ചിട്ട് എൻ്റെ ഒരു മോളുടെ പേഴ്സും ഐഡിയും നഷ്ടപ്പെട്ടു. പക്ഷെ ഞങ്ങൾ അറിഞ്ഞിരുന്നില്ല പേഴ്സ് നഷ്ടപ്പെട്ട കാര്യം. ഞങ്ങൾ എയർപോർട്ടിൽ ചെന്നു, ഇമിഗ്രേഷന് നിൽക്കുമ്പോഴാണ് ID ചോദിക്കുമ്പോൾ മോളുടെ പേഴ്സ് കാണുന്നില്ല. അപ്പം എവിടെയാണ് പോയതെന്ന് ഞങ്ങൾക്ക് തിട്ടമില്ല. പിന്നെ ട്രെയിനിലാണോ പോയത്, ഓട്ടോയിലാണോ പോയതെന്ന് വ്യക്തമല്ലായിരുന്നു. എങ്കിൽ പോലും ഞങ്ങൾ അവിടെ നിന്ന്, എൻ്റെ കയ്യിൽ എപ്പോഴും ഞാൻ ഉടമ്പടി എടുത്ത മാതാവിൻ്റെ കാശ്രൂപമുണ്ട്. അപ്പം എയർപോർട്ടിൽ ഇമിഗ്രേഷൻ ഓഫീസർ പറഞ്ഞു പോകാൻ പറ്റില്ല, ഒരു മോക്കും അമ്മയ്ക്കേ പോകാൻ പറ്റൂ, ഒരു മോളുടെ ID ഇല്ലാത്തതുകൊണ്ട് കയറ്റി വിടാൻ പറ്റില്ല എന്ന് പറഞ്ഞു. അവർ ഞങ്ങളെ തിരിച്ചു പറഞ്ഞ് അവിടെ പോയി ഇരിക്കാൻ പറഞ്ഞു. അങ്ങനെ അവിടെ ഇരിക്കുന്ന സമയത്ത് ഞാൻ ഈ മാതാവിനെ വെച്ച് പ്രാർത്ഥിച്ചുകൊണ്ട് പറഞ്ഞു, മാതാവേ, ഞാൻ എൻ്റെ മാതാവിനെ വിശ്വസിച്ചാണ് ഇവിടെ ഇരിക്കുന്നത്, ഞങ്ങളെ ഇവിടെ നിന്നും കയറ്റി വിടണം, ഒരു പ്രശ്നവും കൂടാതെ ഈ ID ഞങ്ങൾക്ക് തിരിച്ചു കിട്ടുകയും ഞങ്ങളെ ഇവിടുന്ന് കയറ്റിവിടുകയും ചെയ്യണമെന്ന് എൻ്റെ അമ്മ മാതാവിനോട് ഞാൻ മനമൊരുക്കി പ്രാർത്ഥിച്ചു. ഉപ്പ് എൻ്റെ കയ്യിലുണ്ടായിരുന്നു, ഉപ്പിട്ട് ഞാൻ പ്രാർത്ഥിക്കുകയും ചെയ്തു. കുറച്ച് കഴിഞ്ഞ് ഒരു ഓഫീസർ വന്ന് എൻ്റെ അടുത്ത് പറഞ്ഞു, നിങ്ങൾ കയറി വാ, ഇവിടുന്ന് നിങ്ങളെ കയറ്റി വിടാം, പക്ഷേ നിങ്ങൾക്ക് ഖത്തറിൽ ഇറങ്ങാൻ പാടില്ല, ഖത്തറിൽ നിങ്ങൾക്ക് ഈ ID കാണിക്കാതെ ഇറങ്ങാൻ പറ്റൂല എന്ന് പറഞ്ഞു. അപ്പോൾ എനിക്ക് അറിയാം, എൻ്റെ മാതാവ് ഇടപെട്ട കാര്യമല്ലേ, എന്തായാലും ഇവിടുന്ന് കയറ്റി വിടുന്നുണ്ടെങ്കിൽ മാതാവ് തന്നെ എന്നെ ഖത്തറിൽ ഇറക്കി വിടും, എനിക്കത് വിശ്വാസമായിരുന്നു. ഞാൻ പറഞ്ഞു, ഓക്കെ സാറേ, ഞങ്ങളെ ഇവിടുന്ന് കയറ്റി വിടാൻ പറഞ്ഞു. അങ്ങനെ ഞങ്ങളെ ഇവിടുന്ന് സാറ് തന്നെ പേപ്പറെല്ലാം ശരിയാക്കി ഞങ്ങൾ കയറാനായിട്ട് ഫ്ലൈറ്റിൽ കയറുന്നതിന് മുന്നേ ഞാൻ ഇവിടെ തന്നെ വിളിച്ച്, എൻ്റെ ഒരു ഫ്രണ്ടിനെ വിളിച്ച് ഇവിടെ പ്രാർത്ഥന റിക്വസ്റ്റ് ഇട്ടിരുന്നു. അപ്പോൾ തന്നെ ഇവിടെ പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്തു. ഒരു 10 മിനിറ്റ് കഴിഞ്ഞപ്പോൾ എൻ്റെ ഒരു ഫ്രണ്ട് വിളിച്ചിട്ട് പറഞ്ഞു, നിങ്ങളുടെ പേഴ്സ് ട്രെയിനകത്ത്, അപ്പം കന്യാകുമാരിക്ക് പോകുന്ന ട്രെയിനായിരുന്നു, ട്രെയിനിൻ്റെ മുകളിലത്തെ ബെർത്തിൽ കിടപ്പുണ്ടായിരുന്നു ആ പേഴ്സ്.
ആ TTR എടുത്ത് എൻ്റെ ഫ്രണ്ടിൻ്റെ കയ്യിൽ ഏൽപ്പിച്ചു. എങ്കിലും നമുക്കത് നമ്മുടെ കൈ കിട്ടാൻ വഴിയില്ലല്ലോ ആ സമയത്ത്. അപ്പം ഞാൻ അമ്മയുടെ അടുത്ത് അവിടെ ബാത്റൂമിൽ നമ്മുടെ എയർപോർട്ടിൽ ബാത്റൂമിൽ മുട്ടുകുത്തി പ്രാർത്ഥിച്ചു. അമ്മയോട് ഞാൻ പറഞ്ഞു, അമ്മ ഒരു പ്രശ്നവും കൂടാതെ ഞങ്ങളെ ഖത്തറിൽ ഇറക്കിത്തരണം. സൂക്ഷം പോലെ ഞങ്ങൾ ഖത്തറിൽ ചെന്നു. എമിഗ്രേഷൻ സമയത്ത് അവിടെ ഇരിക്കുന്നത് ഖത്തറിലെ ഖത്തറികളാണ് ഓഫീസറായിട്ടിരിക്കുന്നത്. ഒരു വെളുപ്പാങ്കാല സമയമാണ് ഞങ്ങളവിടെ എത്തിയത്. അപ്പോൾ ഞങ്ങൾക്ക് തൊട്ട് മുമ്പിലുള്ളവരുടെ വരെ ID മേടിച്ച് അവർ ID നോക്കി അവർ പാസ്പോർട്ട് പതിച്ച് വിടത്തുള്ളൂ, ID ഇല്ലാതെ വിടുകയില്ല. അങ്ങനെ ഞങ്ങൾ എത്തുന്നതിന് മുമ്പ് എൻ്റെ മൂത്ത മോൾ അവിടെ പേപ്പർ കൊടുക്കുന്ന സമയത്ത് അവർക്കൊരു ഫോൺ കോൾ വന്നു. ആ ഫോൺ കോളിലൂടെ സംസാരിച്ചുകൊണ്ടിരിക്കെ ഞങ്ങളെ 3 പേരുടെയും പാസ്പോർട്ട് പതിച്ച് ഞങ്ങളെ ഇറക്കി വിട്ടു. ID ചോദിച്ചില്ല. അതാണ് ഞങ്ങളുടെ ഏറ്റവും വലിയൊരു സാക്ഷ്യമാണ്. അമ്മ മാതാവ് അവിടെ ഇടപെട്ടു എന്നുള്ളത് പൂർണ്ണമായി ഞാൻ വിശ്വസിക്കുന്നു. കാരണം ID ഇല്ലാതെ എന്തായാലും ഖത്തറിൽ ഇറങ്ങാൻ പാടില്ല. അവിടെ ജോലി ചെയ്യുന്ന കുട്ടിയാണ്, അവിടെ ഖത്തറിൽ പോകാൻ പറ്റില്ല. അതായിരുന്നു ഞങ്ങളുടെ രണ്ടാമത്തെ സാക്ഷ്യം. പിന്നെ എനിക്കൊരു ഒരുപാട് എൻ്റെ ആദ്യത്തെ സാക്ഷിയൊക്കെ ഞാൻ ഇവിടെ വിവരിച്ചിട്ടുണ്ട്. എനിക്കൊരു വലിയ രോഗസൗഖ്യമൊക്കെ തന്നതാണ് അമ്മ മാതാവ്. അപ്പോൾ എനിക്കും ഒരുപാട് സൗഖ്യങ്ങൾ കിട്ടി. പിന്നീട് എൻ്റെ മക്കൾക്ക് 2-3 അനുഗ്രഹങ്ങൾ കിട്ടിയിട്ടുണ്ട്. അത് അവർ തന്നെ ഇവിടെ വിവരിക്കുന്നതാണ്. എൻ്റെ മൂത്ത മകൾ ലക്ഷ്മിപ്രിയ. ഈ മകളുടെ കാര്യം ആ മകൾ തന്നെ പറയും. അമ്മ മാതാവിനും കർത്താവ് യേശു ക്രിസ്തുവിനും കോടാനുകോടി നന്ദി പറയുന്നു. എൻ്റെ പേര് ലക്ഷ്മിപ്രിയ. ഞാൻ ഖത്തറിലാണ് വർക്ക് ചെയ്യുന്നത്. ഒരു ഹോസ്പിറ്റലിൽ ഇൻഷുറൻസ് കോർഡിനേറ്ററായിട്ട് വർക്ക് ചെയ്യുകയാണ്. ഞാനിപ്പം 1 ഇയർ ബാക്ക് മുമ്പാണ് ശരിക്കും പറഞ്ഞ ഉടമ്പടി എടുത്തത്. ഡേറ്റ് കൃത്യമായിട്ട് എനിക്ക് ഓർമ്മയില്ല. അപ്പം ഉടമ്പടി ഞാൻ എടുക്കുമ്പോൾ അങ്ങനെ പ്രത്യേകിച്ച് ഞാൻ നിയോഗങ്ങളൊന്നും വെക്കാറില്ല കേട്ടോ. കാരണം എന്ന് വെച്ചാൽ എനിക്ക് ഒരു അങ്ങനെ ഞാൻ എനിക്ക് വേണ്ടിയൊന്നും പ്രാർത്ഥിക്കാറില്ല. എനിക്ക് ഇന്ന കാര്യം വേണം അല്ലെങ്കിൽ ഇത് നടക്കണം എന്ന് പറഞ്ഞൊന്നും ഞാൻ പ്രാർത്ഥിക്കാറുമില്ല. അങ്ങനെ ഒരു ഇതുമില്ല. ഞാൻ മറ്റുള്ളവർക്ക് വേണ്ടി എപ്പോഴും പ്രാർത്ഥിക്കാറുള്ളത്. അപ്പം നിയോഗം വെച്ച് പ്രാർത്ഥിക്കണം. അപ്പം അമ്മ എൻ്റെ അടുത്ത് പറഞ്ഞു 6 നിയോഗം നിനക്ക് എഴുതാം, 6 കാര്യങ്ങൾ എഴുതാം, ആ കാര്യങ്ങൾ വെച്ച് പ്രാർത്ഥിക്കാമെന്ന് പറഞ്ഞു. അന്നേരം ഞാൻ നോക്കിയപ്പം 6 നിയോഗങ്ങൾ എഴുതണം. പക്ഷേ 6 കാര്യങ്ങൾ എഴുതാൻ അങ്ങനെ പ്രത്യേകിച്ച് ഞാനിപ്പോൾ എൻ്റെ കാര്യം എഴുതാൻ നിന്നാൽ അല്ലെങ്കിൽ എനിക്ക് ഇന്നത് വേണം അല്ലെങ്കിൽ എന്തെങ്കിലും ആവശ്യമുണ്ടെന്ന് പറയാൻ നിന്നാൽ ചിലപ്പോൾ കർത്താവ് വരെ ഞെട്ടിപ്പോകും. അത്രയും വലിയ ലിസ്റ്റായിരിക്കും. അപ്പോൾ അത് ഇത്രയും കൂടെ അതിനകത്ത് എഴുതാനും പറ്റത്തില്ല. 6 എണ്ണം എന്ന് പറഞ്ഞാൽ 60,000 എണ്ണത്തിന് മേളിൽ കാണും. അവിടെ ഞാനൊന്നും എഴുതിയില്ല. ഞാൻ അമ്മയുടെ രോഗസൗഖ്യം എഴുതി. അത് അമ്മ ഓൾറെഡി ഇപ്പോൾ പറഞ്ഞു കഴിഞ്ഞു. അമ്മ അത് പറഞ്ഞു, സാക്ഷ്യം വന്ന് പറഞ്ഞു ആ സൗഖ്യം കിട്ടിയ കാര്യം. പിന്നെ ഞാൻ വേറെ പ്രത്യേകിച്ചൊന്നും എഴുതിയിട്ടുണ്ടായിരുന്നില്ല. പക്ഷേ ഞാൻ പ്രാർത്ഥന ചെല്ലാറുണ്ട്, പ്രാർത്ഥിക്കാറുണ്ട്. ഇപ്പോൾ ഉടമ്പടിയിലാവുന്നതിന് മുമ്പ് ഞാൻ കോൺവെൻറ്റ് സ്കൂളിലാണ് പഠിച്ചത്. എന്നെ പഠിപ്പിച്ചതൊക്കെ സിസ്റ്റേഴ്സാണ്. അപ്പോൾ അന്ന് തൊട്ടേ എനിക്ക് കൊന്ത പഠിക്കാൻ അറിയാം, ബൈബിൾ വായിക്കാറുണ്ട്. അപ്പോൾ എനിക്ക് പ്രാർത്ഥന അറിയാം. കർത്താവിനെ ഞാൻ കൂടുതൽ അറിഞ്ഞിട്ടുണ്ട്. അപ്പം ഞാൻ ചെറുതായിരുന്ന സമയത്ത്, ഞാൻ 5ാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്ത് എൻ്റെ അച്ഛൻ മരിച്ച സമയത്താണ് ഞാൻ കർത്താവിനെ കൂടുതൽ അറിയുന്നത്. അപ്പോൾ അന്ന് ടൈം തൊട്ടേ എനിക്ക് ഭയങ്കര സങ്കടമായിരുന്നു. കർത്താവിനെ ഇങ്ങനെ കുരിശിലൊക്കെ തറച്ച് വെച്ചേക്കുന്ന കാണുമ്പം ഒരു വിഷമമായിരുന്നു കാണുമ്പോൾ. അപ്പോൾ എനിക്ക് എന്തെങ്കിലും സങ്കടം വരുമ്പോൾ അല്ലെങ്കിൽ അന്ന് നമുക്ക് ഏറ്റവും വലിയ വേദന സ്കൂളിൽ നിന്ന് അടി കിട്ടുന്നതാണല്ലോ. അപ്പോൾ എനിക്ക് അടി കിട്ടുമ്പോൾ ആ വേദന കിട്ടുമ്പോൾ ഞാൻ പറയാം കർത്താവിൻ്റെ കയ്യിലാണ് ഏറ്റി, അത്രയും വേദനയൊന്നുമില്ലല്ലോ, അപ്പോൾ സഹിക്കാം, കുഴപ്പമില്ല. അങ്ങനെ ഒരു ഇതായിരുന്നു എനിക്ക്. കർത്താവിൽ അത്രയും ഒരു സ്നേഹമാണോ എനിക്കറിയില്ല, ഒരു അപ്പനെ പോലായിരുന്നു എനിക്കിപ്പോൾ തോന്നാറുള്ളത്. അപ്പോൾ ഇതിൽ ഉടമ്പടിയിലേക്ക് വന്നതിന് ശേഷം പിന്നെ കൂടുതൽ അടുക്കാനും കൂടുതൽ അറിയാനും തുടങ്ങിയത്. പിന്നീട് ഞാനിപ്പം കഴിഞ്ഞ ആഴ്ച വെള്ളിയാഴ്ച വന്നപ്പോൾ ഞാൻ ഉടമ്പടി ഇവിടുന്ന് ഡയറക്റ്റ് ഞാൻ ഉടമ്പടി എടുക്കുകയാണ് ചെയ്തത്. അപ്പം അതിന് മുമ്പ് ഞാൻ ഓൺലൈൻ ഉടമ്പടി എടുത്ത സമയത്ത് ലൈറ്റ് എ ക്യാൻഡിൽ പ്രെയർ റിക്വസ്റ്റ് ഇട്ട് എനിക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിച്ചൊരു കാര്യം ഉണ്ടായിരുന്നു. അതെനിക്ക് നടക്കുകയും ചെയ്തു. അത് കണക്ക് എൻ്റെ കൂട്ടുകാരിക്ക് വേണ്ടി ഞാൻ ഒരു കാര്യം പ്രാർത്ഥിച്ചു, അതും നടന്നു. അപ്പം ഞാൻ അവിടെ ഒരു മലയാളി മാനേജ്മെൻറ്റ് ഹോസ്പിറ്റലിൽ ഇൻഷുറൻസ് അസോസിയേറ്റായിട്ടായിരുന്നു വർക്ക് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ അവിടെ നിന്ന് എനിക്ക് വേറൊരു ഹോസ്പിറ്റലിലേക്ക് ജസ്റ്റ് ശരിക്കും പറഞ്ഞാൽ ഞാൻ കൊടുക്കണമെന്ന് വിചാരിച്ച് കൊടുത്തതല്ല. പക്ഷേ ഞാൻ ഇങ്ങനൊരു ഇൻ്റർവ്യൂവിൻ്റെ ഇത് കണ്ടപ്പം ലിങ്ക്ഡിൻ വരെ ജസ്റ്റ് ഒന്ന് അപ്ലൈ ചെയ്ത് നോക്കി. കിട്ടുമെന്നൊരു പ്രതീക്ഷ എനിക്കില്ല, കാരണം കിട്ടത്തില്ല. അത്രയും വലിയൊരു ഹോസ്പിറ്റലാണ്, അവിടെ നമുക്ക് കിട്ടാനുള്ള ഒരു സാധ്യതയില്ല, അതിനുള്ള ഒരു മെറിറ്റും എനിക്കില്ല. അപ്പോൾ അത് കിട്ടത്തില്ലെന്നുള്ളൊരു വിചാരത്തിൽ ചുമ്മാ കൊടുത്തിടുന്നതുകൊണ്ട് പ്രശ്നമില്ലല്ലോ, അങ്ങനെ കൊടുത്തതാണ്. കൊടുത്തു കഴിഞ്ഞു. 2 ദിവസം കഴിഞ്ഞപ്പോൾ എനിക്ക് കോള് വന്നു, ഇൻ്റർവ്യൂവിൻ്റെ കോള് വന്നു. അതും ഞാൻ വിചാരിച്ചു ഇൻ്റർവ്യൂ കുഴപ്പമില്ല, പോയി അറ്റൻഡ് ചെയ്യാം. അങ്ങനെ ഞാൻ അവരെ വിളിച്ചു, ഫോൺ ഇൻ്റർവ്യൂ കഴിഞ്ഞു. അത് സെലക്ഷൻ ആയതിന് ശേഷം ഞാൻ അത് അറ്റൻഡ് ചെയ്തു. അപ്പം ഞാൻ മാതാവിനോട് പറഞ്ഞു, ഇത് കണക്ക് ഒരു വലിയ ഹോസ്പിറ്റലാണ്. ഇപ്പോൾ ഖത്തറിൽ വർക്ക് ചെയ്യുന്നവർക്കാണെങ്കിൽ അറിയാം, ഇമാദി അല്ലഹലി എന്ന് പറഞ്ഞ ഹോസ്പിറ്റലിലൊക്കെ ജോലി കിട്ടുകയെന്ന് പറഞ്ഞാൽ അത് ഒരുപാട് ആഗ്രഹിക്കുന്ന ആൾക്കാർ അവിടെ ഒരു ജോലി കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പോൾ അവിടുന്ന് ഇൻ്റർവ്യൂ എന്ന് വന്നപ്പോൾ തന്നെ എന്ന് പറഞ്ഞപ്പം ഒരുപാട് സന്തോഷം. ഞാൻ മാതാവിൻ്റെ അടുത്ത് പറഞ്ഞു, മാതാവ് എനിക്ക് ഇൻ്റർവ്യൂ വിളിച്ചിട്ടുണ്ട്, ഞാൻ എന്തായാലും പോയി അറ്റൻഡ് ചെയ്യുക, കിട്ടുമെന്ന് എനിക്ക് ഉറപ്പില്ല, ഞാൻ എന്തായാലും പോവുകയാണ്, എൻ്റെ കൂടെ വന്നേക്കണേന്ന് പറഞ്ഞു. കിട്ടിയാൽ ലക്ക്, കിട്ടിയില്ലെങ്കിൽ പോട്ടെ കുഴപ്പമില്ല, എന്നാന്ന് നോക്കാമെന്ന് വിചാരിച്ച്.
അങ്ങനെ അവിടെ ചെന്നു, ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്തു, പ്രാർത്ഥനയൊക്കെ കഴിഞ്ഞ് ഞാൻ അവിടെ ചെന്ന് ഉപ്പിട്ട് പ്രാർത്ഥിച്ചു, ഇൻ്റർവ്യൂവിന് കയറി. ആദ്യത്തെ 2 റൗണ്ട് ഇൻ്റർവ്യൂ കഴിഞ്ഞിറങ്ങി. അവരൊന്നും പറഞ്ഞില്ല, പൊക്കോ, പിന്നെ അവരറിയിക്കാമെന്ന് പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് എനിക്ക് കറക്റ്റായിട്ട് ഈ ജോബ് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ, അതായത് ഇപ്പോൾ എനിക്കിപ്പോൾ അവിടെ ഇൻ്റർവ്യൂ വിളിച്ചപ്പോൾ തൊട്ട് അവിടെ ജോയിൻ ചെയ്യുന്നത് വരെയുള്ള കാര്യങ്ങൾ എല്ലാം ഒരു ചൊവ്വാഴ്ചയായിരുന്നു എനിക്ക് അപ്ഡേറ്റ്സ് കിട്ടുന്നത്. ഞാൻ പ്രാർത്ഥിക്കുന്നതൊക്കെ കൂടുതലും ഡ്യൂട്ടിയിലിരിക്കുന്ന സമയത്ത് അച്ഛൻ്റെ പ്രാർത്ഥന ധ്യാനമൊക്കെ കേൾക്കുന്നത് ഡ്യൂട്ടിക്ക് ഇരിക്കുന്ന ടൈമിലായിരിക്കും. ഹെഡ്സെറ്റ് വെച്ച് അവിടെ ഇരുന്ന് കേൾക്കത്തേ ഉള്ളൂ, കേട്ട് പ്രാർത്ഥിക്കാറാണ് പതിവ്. അപ്പോൾ ഈ പ്രാർത്ഥന ഞാൻ ധ്യാനം കൂടി കഴിയുന്ന സമയത്തൊക്കെ ആയിരിക്കും എനിക്ക് കൂടുതലും അപ്ഡേറ്റ്സ് കിട്ടാറുള്ളത്. ജോബ് റിലേറ്റഡ് ആയിട്ടുള്ള എനിക്ക് സെലക്ഷൻ്റെ അപ്ഡേറ്റ്സ് കിട്ടിയത് ചൊവ്വാഴ്ചയാണ്. എല്ലാം കറക്റ്റ് ചൊവ്വാഴ്ചയായിരുന്നു എനിക്ക് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ അത് മാതാവ് തരുന്നൊരു മുന്നറിയിപ്പായിട്ട് എനിക്ക് തോന്നുന്നത്. പിന്നെ ഞാൻ വർക്ക് ചെയ്തിരുന്ന ഹോസ്പിറ്റലിൽ എനിക്ക്, അതായത് അവിടെ സെലക്ഷനായി, അവിടെ ഒരു 4 റൗണ്ട് ഇൻ്റർവ്യൂ ഉണ്ടായിരുന്നു. അതെല്ലാം കഴിഞ്ഞ് സെലക്ഷനായെന്ന് ഉറപ്പായപ്പം അത് കിട്ടാൻ ഒരു പോസിബിലിറ്റി ഉണ്ടായിരുന്നില്ല. എനിക്ക് 80% ആയിരുന്നു എൻ്റെ ഗ്രേഡ് വന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അത് ആ 80% ഗ്രേഡിലൊക്കെ അവരെടുക്കാനുള്ള സാധ്യത വളരെ കുറവാണ്, അത്രയും വലിയൊരു ഹോസ്പിറ്റലാണ്. അപ്പോൾ അത് കാരണം തന്നെ അവിടെ ഞാനെന്തെങ്കിലും ഉപ്പിട്ട് പ്രാർത്ഥിച്ചിട്ടാണ് ഓരോ വട്ടവും ഇൻ്റർവ്യൂവിന് ചെന്നതും ഇരുന്നതും എല്ലാം ചെയ്തത്. അപ്പോൾ അവിടെ നിന്ന് തന്നെ HR വിളിച്ചിട്ട് പറഞ്ഞു, ലക്ഷ്മി സെലക്ട് ആയിട്ടുണ്ട്, ഇൻ്റർവ്യൂ പാസ്സായിട്ടുണ്ട്, ഇനി ബാക്കി ജോയിനിങ്ങിൻ്റെ കാര്യങ്ങൾ, വിസ പ്രോസസ്സിങ്ങിൻ്റെ കാര്യങ്ങളൊക്കെയാണെന്ന്. അപ്പം വിസ പ്രോസസ്സിംഗ് എന്ന് പറഞ്ഞാൽ ഞാൻ കറൻ്റ്ലി വർക്ക് ചെയ്യുന്ന കമ്പനിയിൽ അവർക്ക് ഞാൻ വർക്ക് ചെയ്തിരുന്ന കമ്പനിയിൽ നിന്ന് NOC സർട്ടിഫിക്കറ്റ് കിട്ടണം. നോ ഒബ്ജക്ഷൻ സർട്ടിഫിക്കറ്റ് കിട്ടിയിട്ടുണ്ടെങ്കിൽ മാത്രമേ എന്നെ അവർക്ക് എടുക്കാൻ പറ്റുള്ളൂ. അത് പക്ഷേ ഞാൻ വർക്ക് ചെയ്തിരുന്ന കമ്പനിക്കാർ കൊടുക്കാൻ തയ്യാറായിരുന്നില്ല. അപ്പോൾ അവരെന്നെ വിളിച്ചിട്ട് പറഞ്ഞത്, ലക്ഷ്മി റിസിഗ്നേഷൻ റീകോൾ ചെയ്തില്ലെന്നുണ്ടെങ്കിൽ വിസ ക്യാൻസൽ ചെയ്യും, വിസ ക്യാൻസൽ ചെയ്ത് നിന്നെ നാട്ടിൽ വിടുമെന്ന് പറഞ്ഞു. അപ്പോൾ ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷനിൽ വിസ ക്യാൻസൽ ചെയ്തിട്ടുണ്ടെങ്കിൽ എനിക്ക് തിരിച്ച് പിന്നെ ഖത്തറിലോട്ട് പോകാൻ, കാരണം വിസ കിട്ടാൻ ഭയങ്കര പാടാണ്. അവിടെ ഹിന്ദുസിന് പ്രത്യേകിച്ചും തീരെ വിസ കിട്ടുന്നില്ല ഇപ്പം. അപ്പോൾ അമ്മയും അനിയത്തി അവിടെ ഖത്തറിലും, എനിക്ക് ഇവിടെ നാട്ടിൽ വന്ന് നിൽക്കേണ്ടിയും വരും, അല്ലെങ്കിൽ വേറെ എവിടെയെങ്കിലും ജോലി നോക്കി അങ്ങോട്ട് പോകേണ്ടി വരും. അപ്പോൾ എൻ്റെ മുമ്പിൽ ആകെയുള്ളൊരു ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ വിസ അല്ലാതെ റിസിഗ്നേഷൻ ക്യാൻസൽ ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ റിസിഗ്നേഷൻ ക്യാൻസൽ ചെയ്യണമെന്നുള്ളൊരു പ്രഷർ എനിക്ക് മാനേജ്മെൻറ്റിൻ്റെ സൈഡിൽ നിന്ന് നല്ല രീതിയിലുണ്ട്. പക്ഷെ അത് ഞാൻ ചെയ്തില്ല. അത് ചെയ്യണമെന്ന് അവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. ഞാൻ പക്ഷെ മാതാവിനോട് വന്ന് പറയാറുണ്ടായിരുന്നു, ഇതിപ്പം ഞാൻ എന്താ ചെയ്യണ്ടേ, റെസിഗ്നേഷൻ ക്യാൻസൽ ചെയ്യണോ അതോ ഇങ്ങനെ തന്നെ പോകണോ? അപ്പം ഞാൻ എൻ്റെ മനസ്സിൽ ഇങ്ങനെ പറയണ്ടായിരുന്നു, ഒന്നും ചെയ്യണ്ട, അതങ്ങനെ വിട്ടേക്കാൻ. ഞാൻ തന്നെ പറഞ്ഞു, ഓക്കെ, എന്താണെന്ന് വെച്ചാൽ വരുന്നിടത്ത് വെച്ച് കാണാം. അപ്പം നീ ജോലി പോവുകയാണെന്നുണ്ടെങ്കിൽ മാതാവിൻ്റെ തീരുമാനം അതായിരിക്കും, നാട്ടിൽ വരണം, നാട്ടിൽ വന്ന് വേറെ കണ്ടുപിടിക്കണം എന്നായിരിക്കും. അപ്പോൾ അതങ്ങനെ ആണെങ്കിൽ അങ്ങനെ തന്നെ പൊക്കോട്ടെ, കുഴപ്പമില്ല. അതല്ല ഇനി ഇത് കിട്ടാനാണെങ്കിൽ അങ്ങനെ ആവട്ടെ എന്ന്. കറക്റ്റ് ഞാൻ റെസിഗ്നേഷൻ കൊടുത്തു. അതിന് മുമ്പ് കൊടുത്ത എൻ്റെ സാറ് 12 വർഷമായിട്ട് അവിടെ വർക്ക് ചെയ്തിരുന്ന സാറാണ്. പുള്ളി റെസിഗ്നേഷൻ കൊടുത്ത ആളുടെ വിസ ക്യാൻസൽ ചെയ്ത് ഇവർ നാട്ടിൽ വിട്ട്. അപ്പോൾ കുറച്ച് ടെൻഷനായി. എന്നാലും ഞാൻ വിചാരിച്ച് വരുന്നിടത്ത് വെച്ച് കാണാം, എന്തായാലും ഞാൻ റെസിഗ്നേഷൻ റീകോൾ ചെയ്യില്ല. ഞാൻ ലേബറിൽ എന്തായാലും അവർ അപ്ലൈ ചെയ്തിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് എനിക്ക് ശേഷം എൻ്റെ കൂടെ തന്നെ പിന്നെ റെസിഗ്നേഷൻ കൊടുത്ത 2-3 പേരുണ്ടായിരുന്നു. അവർ ഞാൻ ഇറങ്ങിയതിന് ശേഷമാണ് അവരുടെയും വിസ ക്യാൻസൽ ചെയ്ത് ഞങ്ങളുടെ കമ്പനി വിട്ടത്. അവർ നോർമലി അങ്ങനെ ചെയ്യുന്നത്, വിസ ക്യാൻസൽ ചെയ്ത് വിടുകയേ ചെയ്യുള്ളൂ. പക്ഷേ എൻ്റെ കാര്യത്തിൽ സംഭവിച്ചതെന്ന് വെച്ചാൽ ലേബർ ഇടപെട്ടു. അതായത് എനിക്ക് അപ്രൂവായി, എൻ്റെ വിസ അപ്പുറത്തേക്ക് ഓട്ടോമാറ്റിക്കായിട്ട് ചേഞ്ചായി. അതെങ്ങനെ സംഭവിച്ചെന്നുള്ള കാര്യം എനിക്കറിയത്തില്ല. ലേബറിൽ നിന്ന് ഓട്ടോമാറ്റിക്കായിട്ട് എൻ്റെ ഓൾറെഡി 2 വട്ടം റിജക്റ്റ് ആയ വിസ ഓട്ടോമാറ്റിക്കായിട്ട് ലേബർ ത്രൂ മറ്റേ ഹോസ്പിറ്റലിലേക്ക് അപ്രൂവായി. അത് ഞാൻ വർക്ക് ചെയ്തുകൊണ്ടിരുന്ന കമ്പനിയിലെ മാനേജ്മെൻറ്റ് പോലും അറിഞ്ഞിട്ടില്ല. കാരണം നോട്ടിഫിക്കേഷൻ വരും, നമുക്ക് നോട്ടിഫിക്കേഷൻ വരുന്ന സമയത്ത് ഇവർ റിജക്ഷൻ വേണമെങ്കിൽ കൊടുക്കാം, അല്ലെങ്കിൽ അക്സെപ്റ്റ് ചെയ്യാം. പക്ഷേ ഈ നോട്ടിഫിക്കേഷൻ അവർക്കും വന്നില്ല, എനിക്കും വന്നില്ല. ഞാനും അറിഞ്ഞില്ല കേട്ടോ, എനിക്കത് അപ്രൂവ് ആയെന്നോ വിസ ചേഞ്ച് ആയെന്നോ എനിക്ക് അങ്ങോട്ട് പോകാമെന്നുള്ള കാര്യമൊന്നും ഞാനും ആദ്യം കുറേ അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ എൻ്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു, എൻ്റെ ഒരു കൂട്ടുകാർ വന്നിട്ട് പറഞ്ഞു, ചുമ്മാ നീ മെത്രാഷിലൊന്ന് നോക്കുക, ചിലപ്പോൾ എന്തെങ്കിലും മാറിയിട്ടുണ്ടായിരിക്കും എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ മെത്രാഷ് ഓപ്പൺ ആക്കിയപ്പോഴാണ് കാണുന്നത് എൻ്റെ വിസ ഓൾറെഡി അപ്പുറത്തേക്ക് മാറിക്കഴിഞ്ഞു, ചേഞ്ച് ആയി കഴിഞ്ഞു. അങ്ങനെ ഞാൻ പിന്നെ ഇവിടെ വന്നു, ഇവരുടെ അടുത്ത് പറഞ്ഞു. അന്നേരം പറഞ്ഞു, ഓക്കെ, എല്ലാം കഴിഞ്ഞു, ഇനി ഒന്നും ചെയ്യാൻ ഒക്കത്തില്ല, ഇനി എൻ്റെ കമ്പനിക്ക് എൻ്റെ വിസ ക്യാൻസൽ ചെയ്യാനും ഒക്കത്തില്ല. അതൊരു വലിയ അത്ഭുതമായിരുന്നു. ശരിക്കും പറഞ്ഞാൽ അതൊരു മിറാക്കിൾ തന്നെയാണ്. എൻ്റെ അടുത്ത് എല്ലാവരും ചോദിച്ചു, ഇതെന്താ ചെയ്തേ, ഇനി ലേബറിലങ്ങാണോ അറിയാവുന്ന ആരെങ്കിലും ഉണ്ടായിരുന്നോ, അങ്ങനെ എങ്ങനെ ഇത് ചെയ്തേന്നുള്ള കാര്യം എന്നോട് ചോദിച്ചു. ഞാൻ പറഞ്ഞു, ഞാൻ ഒന്നും ചെയ്തിട്ടില്ല, ദൈവം ഇടപെട്ട്, ദൈവമാണ് ശരിക്കും പറഞ്ഞാൽ അതെന്തോന്ന് വെച്ചാൽ ചെയ്തു തന്നത്. കാരണം ഞാൻ പോലും അറിഞ്ഞിട്ടില്ല അത് മാറി എന്നുള്ള കാര്യം. അങ്ങനെ ആ ഒരു ചേഞ്ച്, അത് അവിടുത്തെ ഒരു ജോലി, അതെനിക്ക് ദൈവം തന്നതാണ്. ശരിക്കും പറഞ്ഞാൽ എൻ്റെ മെറിറ്റിൽ കിട്ടിയതല്ല, ദൈവത്തിൻ്റെ ഗ്രേസിൽ എനിക്ക് കിട്ടിയതാണ് ആ ജോലി. അതിനുശേഷം പിന്നെ എൻ്റെ ഹോസ്പിറ്റലുകാരാണെങ്കിൽ പോലും അവരൊരു പ്രശ്നം ഉണ്ടാക്കാതെ ഒരാഴ്ചക്കുള്ളിൽ എൻ്റെ സെറ്റിൽമെൻറ്റും എൻ്റെ എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റും എല്ലാം എനിക്ക് തന്നു. ഞാൻ പോലും അത്ഭുതപ്പെട്ടു, ഇവരെന്താ ഇങ്ങനെ ചെയ്യുന്നതെന്ന്. എനിക്ക് ഗിഫ്റ്റ് വരെ തന്നിട്ട് എന്നെ അവരവിടുന്ന് വിട്ടത്. അത്രയും സ്നേഹത്തോടെ അവരെന്നെ അവിടുന്ന് പറഞ്ഞു വിട്ടത്. പിന്നെ അതൊരു അത്ഭുതമായിരുന്നു. പിന്നെ എൻ്റെ ഒരു കൂട്ടുകാരിയുടെ കാര്യം എന്ന് വെച്ചാൽ, അവളുടെ ഹസ്ബൻഡിന് നാട്ടിലൊരു വസ്തു റിലേറ്റഡ് ആയിട്ട് എന്തോ പ്രശ്നം ഉണ്ടായിട്ട് കുറച്ച് പേര്
തട്ടിക്കൊണ്ടുപോയി. അങ്ങനെ ഒരു സീനുണ്ടായി. പുള്ളിയുടെ ഹസ്ബൻഡിനെ ഒരു രണ്ടാഴ്ചയായിട്ട് കാണാനുണ്ടായിരുന്നില്ല. അത് എൻ്റെ ഒരു ഫ്രണ്ട് പറഞ്ഞ് ഞാൻ അറിഞ്ഞിട്ട് അവളെ വിളിച്ച് ഞാൻ സംസാരിച്ചു. അപ്പോൾ അവൾ പറഞ്ഞു, ഇത് കണക്ക് എൻ്റെ ഹസ്ബൻഡിനെ 2 ആഴ്ചയായിട്ട് കാണാനില്ല ലക്ഷ്മി, എന്താ സംഭവിച്ചതെന്നൊന്നും എനിക്ക് അറിയത്തില്ല. അപ്പം ഞാൻ ഇവളുടെ അടുത്ത്, അവൾ ക്രിസ്ത്യാനിയാണ്, അപ്പം ഞാൻ പ്രാർത്ഥന ഇട്ട് കൊടുത്തിട്ട് പറഞ്ഞു, നീ പ്രാർത്ഥിക്ക്, നിൻ്റെ ഹസ്ബൻഡിനെ നിനക്ക് പെട്ടെന്ന് തിരിച്ച് കിട്ടാൻ വേണ്ടി പ്രാർത്ഥിക്കാൻ പറഞ്ഞു. അപ്പോൾ അവൾ എൻ്റെ അടുത്ത് പറഞ്ഞു, ഞാൻ പ്രാർത്ഥിക്കുന്നതിനെക്കാട്ടിയും ഫലം നീ പ്രാർത്ഥിച്ചല്ല, നീ എന്ത് പ്രാർത്ഥിച്ചാലും നടക്കും, അതുകൊണ്ട് നീ പ്രാർത്ഥിക്കാൻ പറഞ്ഞ് എൻ്റെ അടുത്ത് പറഞ്ഞു, പ്രാർത്ഥിക്കാൻ പറഞ്ഞു. അങ്ങനെ ഞാനും എൻ്റെ അനീത്തിയും കൂടി ഇരുന്ന് അന്നത്തെ ദിവസം പ്രത്യക്ഷീകരണം ചൊല്ലിയിട്ട് പ്രാർത്ഥിച്ചു. 33 വട്ടം ഞങ്ങളത് ചൊല്ലി പ്രാർത്ഥിച്ചു. ഞാൻ എന്നിട്ട് അവളുടെ അടുത്ത് പറഞ്ഞു, നീ പേടിക്കണ്ട, ഇന്ന് തന്നെ എന്തെങ്കിലും ഒരു വിവരം പുള്ളിയെക്കുറിച്ച് നിനക്ക് കിട്ടുമെന്ന് പറഞ്ഞു. അപ്പോൾ അവൾ ആദ്യം വിശ്വസിച്ചില്ല, പറഞ്ഞ് 2 ആഴ്ചയായിട്ട് ഒരു വിവരവും ഇല്ല, പോലീസുകാർ തിരയാവുന്നിടത്തെല്ലാം തിരഞ്ഞു, ഇനി ഇപ്പം ഈ ഒരു ദിവസം കൊണ്ട് എന്നെ അറിയാനാന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, എന്തായാലും നീ വെയിറ്റ് ചെയ്യ്, നമുക്ക് പ്രാർത്ഥിക്കാം, നടക്കുമെന്ന് പറഞ്ഞു. കറക്റ്റായിട്ട് ഞങ്ങൾ പ്രാർത്ഥിച്ച്, ഞാൻ മാതാവിൻ്റെ അടുത്ത് പറഞ്ഞ് നാണം കെടുത്തരുത്, ഇത്രയും പറഞ്ഞിട്ട് ഞാൻ പ്രാർത്ഥിച്ചിട്ട് പോവുകയാണ്, അവരുടെ മുമ്പ് ഇനി പ്രാർത്ഥിച്ച് കഴിഞ്ഞ് എന്നിട്ട് കിട്ടിയില്ലെന്ന് പറയുമ്പോൾ നാണക്കേടാവുമല്ലോ. ഞാൻ പറഞ്ഞു, നാണം കെടുത്തില്ല, ഒന്ന് ഇടപെട്ടേക്കണമെന്ന് പറഞ്ഞ്. അതിന് ഞങ്ങൾ പ്രാർത്ഥിച്ച് കറക്റ്റ് ഞാൻ പ്രാർത്ഥിച്ച് എഴുന്നേറ്റപ്പോൾ തന്നെ സൈന എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, ലക്ഷ്മി നിൻ്റെ പ്രാർത്ഥന ദൈവം കേട്ട്, പുള്ളിയെ ഒരു വിവരം കിട്ടുമെന്ന് നീ എന്നോട് പറഞ്ഞു, പക്ഷേ വിവരമല്ല, ആളെ തന്നെ കിട്ടി, ആളിപ്പോൾ വീട്ടിൽ വന്നു, പോലീസുകാർ വീട്ടിൽ കൊണ്ടുവിട്ടു, ആൾക്ക് ഒരു കുഴപ്പമില്ല, എല്ലാം സേഫായിട്ട് കിട്ടിയെന്ന്. അതൊരു വലിയ സാക്ഷ്യമാണ്. അപ്പം എൻ്റെ ലൈഫിൽ അങ്ങനെ കുറേ ചെറിയ ബ്ലെസ്സിങ്സ് ഉണ്ടായിട്ടുണ്ട്. ഇത് അവരിവിടെ നിന്ന് സാക്ഷ്യം പറയും. അവരിപ്പം ദുബായിലാണുള്ളത്, അപ്പോൾ അത് വരുന്ന സമയത്ത് ഇവിടെ നിന്ന് സാക്ഷ്യം പറയും. അപ്പം എൻ്റെ ലൈഫിൽ കുറേ കാര്യങ്ങൾ അങ്ങനെ നടന്നിട്ടുണ്ട്. ഞാൻ പിന്നെ കൂടുതലും ഈ പ്രെയറിലേക്ക് അടുത്തതിന് ശേഷം എനിക്ക് വലിയ കാര്യങ്ങളിലൊന്നും അങ്ങനെ വലിയ ടെൻഷനില്ല. അതെന്താണെന്ന് വെച്ചാൽ ദൈവം നടത്തിക്കോളൂ എന്നുള്ള രീതിയാണ്. പക്ഷേ ചെറിയ കാര്യങ്ങൾക്കുണ്ട് കേട്ടോ. ഇപ്പം ജോലിക്ക് വന്ന സമയത്ത് ബസ്സൊക്കെ കിട്ടിയില്ലെങ്കിൽ എനിക്ക് ഭയങ്കര ടെൻഷനാണ്. അതല്ലാതെ എൻ്റെ ലൈഫിൽ വലിയ കാര്യങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിനെക്കുറിച്ച് ഞാൻ ഒട്ടും ബോധേടേ അല്ല. കാരണം അത് ദൈവം നോക്കിക്കോളും. ദൈവത്തിൻ്റെ ഹിതം എന്താണോ അത് നടക്കട്ടെ എന്ന് മാത്രമാണ് ഞാൻ പ്രാർത്ഥിക്കുന്നത്. രാവിലെ എഴുന്നേറ്റ് പോകുമ്പോഴും ഞാൻ പ്രാർത്ഥിക്കുന്നത്, ദൈവമേ ഇന്ന് ഞാൻ കാരണം ഒരാളും വേദനിക്കാൻ ഇടവരുത്തരുത്, എന്നെ കാരണം ആർക്കും ഒരു ബുദ്ധിമുട്ടുണ്ടാവരുത് എന്നാണ് ഞാൻ പ്രാർത്ഥിക്കുന്നത്. തിരിച്ച് ഞാൻ വന്നിട്ട് പ്രാർത്ഥിക്കുന്നതും, ഇന്നത്തെ ദിവസം ഞാൻ കാരണം ആർക്കെങ്കിലും എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടായി പോയിട്ടുണ്ടെങ്കിൽ അത് നീ പൊറുക്കണേ, പിന്നീട് ഒരിക്കലും അത് ഞാൻ ചെയ്യാൻ ഇടവരുത്തരുത് എന്നാണ് പ്രാർത്ഥിക്കുന്നത്. അല്ലാതെ എനിക്ക് ഇന്നത് വേണേ, എനിക്ക് ഇന്നത് തരണേ. പക്ഷെ ഞാൻ ആഗ്രഹങ്ങളൊക്കെ പറയും കേട്ടോ, എനിക്കിതെൻ്റെ ആഗ്രഹമാണ്, ഇത് നടത്തിത്തരാൻ പറ്റുമെങ്കിൽ തായോ, ഇല്ലെങ്കിൽ വിട്ടേക്ക് എന്നുള്ള രീതിയിൽ ഞാൻ സംസാരിക്കാറുണ്ട്. എന്നാലും അമ്മയുടെ അടുത്ത് ഞാൻ എങ്ങനെയാണെന്നോ പറയുന്നത് അതുപോലെ തന്നെ ഞാൻ സംസാരിക്കുന്നത്. അങ്ങനെ നോർമലി ഇപ്പം ഞാൻ എൻ്റെ കുമാരി എന്ന് വെച്ചാൽ എൻ്റെ അമ്മയുടെ അടുത്ത് ഞാൻ കാര്യങ്ങളൊക്കെ പറയാറുണ്ട്. അപ്പോൾ അതുപോലെ തന്നെ ഞാൻ മാതാവിൻ്റെ അടുത്തായാലും അപ്പയുടെ അടുത്തായാലും പറയുന്നത്, ഇന്നതാണ് ഇന്നത്തെ ദിവസം ഇന്ന കാര്യങ്ങളൊക്കെ നടന്ന്, അപ്പോൾ ഈ നടന്നതിനകത്ത് ഈ കാര്യം എനിക്ക് ഇഷ്ടപ്പെട്ടില്ല, നാളെ അത് നടക്കുമെന്ന് എനിക്ക് അറിയത്തില്ല, അങ്ങനെയൊക്കെ ഞാൻ സംസാരിക്കുന്നത്. ഭയങ്കര നോർമലായിട്ട് ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കുന്നത്. അങ്ങനെ ഒരു പ്രാർത്ഥന എന്നുള്ള രീതിയെക്കാട്ടി ഉപരി ആ ഒരു ബന്ധത്തിലാണ് സംസാരിക്കുന്നത്. പിന്നെന്ന് വെച്ചാൽ അച്ഛൻ്റെ ധ്യാനം കേട്ടപ്പോൾ ഒരു ദിവസം അച്ഛൻ പറഞ്ഞ് മാതാവിൻ്റെ സാന്നിധ്യം അറിയെങ്കിൽ നമ്മൾ മഴവില്ല് കാണും, അല്ലെങ്കിൽ മുല്ലപ്പൂൻ്റെ മണം കിട്ടും എന്നൊക്കെ പറഞ്ഞു. അത് ഞാനിങ്ങനെ ധ്യാനം കേട്ടോണ്ടിരുന്നപ്പോൾ ഞാൻ ഇങ്ങനെ ജസ്റ്റ് ഇങ്ങനെ പറഞ്ഞ്, എന്നാലും എൻ്റെ അച്ഛ ഈ ഖത്തറിൽ ഞാൻ എവിടെ പോയി മഴവില്ല് കാണാനാ, ഇപ്പം ഇനിയിപ്പോൾ മാതാവ് എൻ്റെ കൂടെ ഉണ്ടെന്ന് ഞാൻ എങ്ങനെ അറിയും, മഴവില്ല് കാണണമെങ്കിൽ മഴ പോലും പെയ്യാത്ത നാട്ടിൽ ഞാൻ എവിടെ പോയി മഴവില്ല് കാണാനാന്ന് ഇങ്ങനെ ചിന്തിച്ച്. അങ്ങനെ പറഞ്ഞ് അന്ന് പോയി. പിറ്റേ ദിവസം കറക്റ്റായിട്ട് ഞാൻ ഡ്യൂട്ടിക്ക് കയറുമ്പോൾ ഞാൻ ആ വിബ്ജിയോർ കറക്റ്റായിട്ട് ആ കളേഴ്സ് ഫുള്ളായിട്ട് ഞാൻ അവിടെ കണ്ട്, ആ കളർ ഞാൻ മഴവില്ല് കണ്ടിട്ടാണ് അന്ന് ഡ്യൂട്ടിക്ക് കയറുന്നത്, അതും ഹോസ്പിറ്റലിനകത്ത്. അപ്പം മാതാവ് കൂടെ ഉണ്ടെന്ന് തെളിയിക്കാൻ എനിക്ക് ആകാശത്ത് മഴവില്ല് കാണേണ്ടി വന്നില്ല. പിന്നെ അന്ന് തൊട്ട് ഇന്ന് ഇവിടെ ഞാൻ വരുന്നത് വരെ ആഴ്ചയിൽ ഒരു ദിവസം ഞാൻ എങ്ങനെ പോയാലും ആ ഖത്തറിൽ എവിടെയെങ്കിലും ഞാൻ മഴവില്ല് കാണാറുണ്ട്. ഞാൻ വർക്ക് ചെയ്യുന്ന സമയത്ത് എൻ്റെ കൂടെ ഞാൻ ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കും, ഞാൻ പറയും ദൈവം എൻ്റെ കൂടെ ഇല്ലേ എന്ന് ചോദിക്കുമ്പോൾ ഞാൻ കറക്റ്റായിട്ട് ആ മഴവില്ല് കാണാറുണ്ട്. അത് എവിടെയെങ്കിലും എനിക്കത് ഒരു റിഫ്ലക്ഷൻ പോലെ കാണിച്ച് തരാറുണ്ട്. അപ്പം എൻ്റെ കൂടെ തന്നെ ഉണ്ടെന്ന് എനിക്ക് വിശ്വാസമുണ്ട്. ഞാൻ എപ്പോഴും പ്രാർത്ഥിക്കുന്നൊരു പ്രാർത്ഥന എന്ന് വെച്ചാൽ, മനുഷ്യർക്ക് അസാധ്യമായത് ദൈവത്തിന് സാധ്യമാണ് എന്ന ലൂക്കയുടെ 18-27 ആ വചനം ഞാൻ എപ്പോഴും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നത്. ഡ്യൂട്ടിക്ക് കയറുമ്പോഴായാലും അത് എഴുതി വെച്ച് പ്രാർത്ഥിച്ചിട്ടാണ് ഞാൻ ഡ്യൂട്ടി സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പം ഇതൊക്കെ തന്നെ എൻ്റെ അനുഭവങ്ങൾ. കൂടുതലും ദൈവത്തെ അടുത്തറിയാൻ നോക്കുക, അല്ലാതെ നമ്മുടെ ഒരു ആവശ്യം നടക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഒരിക്കലും ദൈവത്തെ പ്രാർത്ഥിക്കാതിരിക്കുക. കൂടുതലും കാരുണ്യ പ്രവർത്തികളായിട്ടെന്ന് പറയുമ്പോൾ അത് ശരിക്കും പറഞ്ഞാൽ നമ്മൾ ചെയ്യുന്നത് മറ്റൊരാൾ അറിയരുതെന്ന് പറയത്തില്ല. എൻ്റെ അമ്മയ്ക്ക് പോലും അറിയത്തില്ല ഞാൻ എന്നൊക്കെയാണ് ചെയ്തിട്ടുള്ളത് എന്നുള്ളത്. ഞാൻ അവിടെ ഖത്തറിൽ തന്നെ ഒരു ക്യാൻസർ സെൻറ്ററിൽ പൈസ കൊടുക്കാറുണ്ട്. എനിക്ക് സാലറി കിട്ടിക്കഴിഞ്ഞാൽ അവർക്ക് ഞാൻ കാശ് കൊടുക്കാനുണ്ട്. അത് അവിടുത്തെ നമുക്ക് അവിടെ കുറേ റെസ്ട്രിക്ഷൻസ് ഉണ്ട് കാര്യങ്ങൾ ചെയ്യാൻ. അപ്പോൾ അവർക്ക് ഫുഡ് മേടിച്ച് കൊടുക്കാനുള്ള കാര്യങ്ങൾക്കൊക്കെ ആയിട്ട് ഓൺലൈൻ വഴി പൈസ കൊടുക്കാറുണ്ട്. പിന്നെ നാട്ടിൽ ഞാൻ എൻ്റെ ഒരു ഫ്രണ്ട് വഴി ഇവിടെ ഒരു കുട്ടിക്ക് വേണ്ടുന്ന കാര്യങ്ങൾ ചെയ്തു കൊടുക്കാറുണ്ട്. അപ്പം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കാരുണ്യ പ്രവർത്തികളായിട്ട് ചെയ്യാറുള്ളത്.
അത്രയൊക്കെ തന്നെയുള്ളൂ. പിന്നെ എനിക്കൊരാഗ്രഹമുണ്ട് ഒരു കൊച്ചിനെ ദത്തെടുത്ത് പഠിപ്പിക്കണമെന്ന്. അതും മാതാവ് സഹായിച്ചാൽ ഉടനെ തന്നെ ചെയ്യും. ഇതെൻ്റെ ഇളയ മകൾ ഐശ്വര്യ. ഈ മകൾക്ക് കിട്ടിയ സാക്ഷ്യം ആ മകൾ തന്നെ. ആദ്യം തന്നെ ഈ പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷിയാക്കി അമ്മ മാതാവിനും ഈശോപ്പായ്ക്കും 1000 നന്ദി പറയുന്നു. എൻ്റെ പേര് ഐശ്വര്യ, ഞാനും ഖത്തറിൽ നിന്നാണ് വരുന്നത്. എനിക്ക് ആദ്യം പറയാനുള്ളത് എൻ്റെ ജോലിയുടെ കാര്യമാണ്. ഞാൻ ഖത്തറിൽ പോയിട്ട് ഇപ്പോൾ 2 വർഷം കഴിഞ്ഞ്. അപ്പോൾ ആദ്യത്തെ ഫസ്റ്റ് ഒരു വർഷം ഞാൻ അവിടെ ഒരു ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യുമായിരുന്നു. ഞാനൊരു അക്കൗണ്ടൻ്റാണ്. പക്ഷേ ഞാൻ ആ ഫീൽഡിലല്ലായിരുന്നു വർക്ക് ചെയ്തുകൊണ്ടിരുന്നത്. ഞാനൊരു റേഡിയോളജി അൾട്രാസൗണ്ടിലായിരുന്നു ഞാൻ വർക്ക് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പം ഞാൻ പഠിച്ച ഫീൽഡേ അല്ല ഞാൻ അവിടെ ചെയ്തുകൊണ്ടിരുന്നത്. അപ്പം കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ എൻ്റെ ജോലി നഷ്ടപ്പെട്ട്. അപ്പോൾ ആ സമയത്ത് അമ്മ ഉടമ്പടി എടുത്തിട്ടുണ്ടായിരുന്നു. ഞാനും അമ്മയുടെ കൂടെ, ഞാൻ ഉടമ്പടിയൊന്നും എടുത്തിട്ടില്ല, ഞാൻ ജസ്റ്റ് അമ്മയുടെ കൂടെ ഇങ്ങനെ പ്രാർത്ഥിക്കുമായിരുന്നു. ചേച്ചി പറഞ്ഞ കണക്ക് ഞാനും ചേച്ചിയും ഒരുമിച്ചായിരുന്നു കോൺവെൻറ്റ് സ്കൂളിലാണ് പഠിച്ചത്. അപ്പോൾ പണ്ട് തൊട്ടേ ഞങ്ങളുടെ വീട്ടിൽ വിളക്ക് കത്തിക്കും, ഞങ്ങൾ ഹിന്ദുക്കളാണ്. അപ്പോൾ വിളക്ക് കത്തിക്കുന്ന സമയത്ത് ഞങ്ങൾ മെഴുകുതിരി, അന്ന് തൊട്ടേ ഈശോപ്പായാലും അമ്മ മാതാവിലും മെഴുകുതിരി കത്തിക്കുമായിരുന്നു. അപ്പോൾ അന്ന് തൊട്ടേ പ്രാർത്ഥനയൊക്കെ അറിയാമായിരുന്നു. അപ്പം അമ്മ ഇവിടെ ഉടമ്പടി എടുത്ത സമയത്ത് ഞാനും ചേച്ചി ഇങ്ങനെ പ്രാർത്ഥന ചൊല്ലായിരുന്നു, ഉടമ്പടിയൊന്നും എടുത്തിട്ടില്ലായിരുന്നു. അപ്പം ഞാൻ ഇങ്ങനെ എൻ്റെ ജോലി നഷ്ടപ്പെട്ടിരിക്കുന്ന സമയം, അപ്പോൾ 2-3 മാസമായി എനിക്ക് ജോലിയൊന്നും ആയിട്ടില്ല. അപ്പം അമ്മ ഇങ്ങനെ, ഞാൻ അമ്മയുടെ അടുത്ത് അങ്ങോട്ടാണ് പറഞ്ഞു, അമ്മ ഞാൻ ഓൺലൈൻ ഉടമ്പടി എടുക്കുക. എനിക്കിങ്ങനെ തോന്നി, എന്തോ എടുക്കാൻ തോന്നി. അപ്പം ഞാൻ അമ്മയുടെ അടുത്ത് പറഞ്ഞു, അമ്മ ഞാനും ഓൺലൈൻ ഉടമ്പടി എടുക്കുന്നു. അമ്മ ഒരിക്കലും പ്രഷർ ചെയ്തിട്ടില്ല, ഞാനായിട്ട് തോന്നി. ഞാൻ അങ്ങോട്ട് പറഞ്ഞു ഞാൻ ഓൺലൈൻ ഉടമ്പടി എടുക്കുകയെന്ന് പറഞ്ഞ്. അങ്ങനെ ഞാൻ എന്തോ നിയോഗം വെക്കണ്ടേ, എന്താ വെക്കണ്ടേന്നൊരു പിടി കിട്ടുന്നില്ല. അപ്പോൾ അമ്മയുടെ ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു, അവിടുത്തെ മിലിറ്ററി അല്ലെങ്കിൽ ഒരു മിനിസ്ട്രി ഹോസ്പിറ്റലിൽ ജോലി വേണം എൻ്റെ മക്കൾക്ക് ആർക്കെങ്കിലും. അപ്പം അതൊന്നും നമ്മളെ കൊണ്ട് നടക്കത്തില്ല, കാരണം ഖത്തറ ഇപ്പോൾ കൂടുതലും ഖത്തറീസിനാണ് മിലിറ്ററി അല്ലെങ്കിൽ മിനിസ്ട്രിയിൽ ജോലി കിട്ടുന്നത്. അപ്പം അമ്മയുടെ ഒരു ആഗ്രഹമല്ലേന്ന് വെച്ചിട്ട് ഞാൻ ചുമ്മാ എഴുതി. എനിക്കറിയാം എന്തായാലും എൻ്റെ ചേച്ചി ഞങ്ങളെക്കാട്ടി മുമ്പ് 1 വർഷം മുമ്പേ പോയതാണ്. പിന്നെ അവിടെ കുറേ പേരെ അറിയാം. അപ്പോൾ അവരൊക്കെ പറഞ്ഞിട്ടുണ്ട് ഇതുവരെ അവർക്ക് ആർക്കും അവിടെ നിന്നൊരു കോളൊന്നും വന്നിട്ടില്ല. അപ്പോൾ ഇപ്പോൾ പോയ എനിക്കെങ്ങനെ കിട്ടാനാ? അപ്പം ഞാൻ അമ്മയുടെ ഒരു ആഗ്രഹമില്ല, ചുമ്മാ എഴുതി മാതാവേ മിലിറ്ററി അല്ലെങ്കിൽ ഒരു മിനിസ്ട്രി ഹോസ്പിറ്റലിൽ ജോലി, ചുമ്മാ എഴുതി വെച്ചതാണ്. ഞാൻ ഓൺലൈൻ ഉടമ്പടി ആ നിയോഗം എഴുതി തീർന്ന ഉടനെ എനിക്കൊരു കോള് വന്ന് എനിക്കൊന്നും മനസ്സിലായില്ല. സത്യം പറഞ്ഞാൽ എനിക്കൊന്നും മനസ്സിലായില്ല. അവരെന്തൊക്കെയോ ഇംഗ്ലീഷിൽ പറയുന്നത്, ഞാൻ എന്തൊക്കെയോ പറയുന്നു തിരിച്ച്. എനിക്കൊന്നും മനസ്സിലായില്ല. ഞാൻ എന്തോ പറഞ്ഞ്, പക്ഷേ അത് ഇൻ്റർവ്യൂ ആണെന്നുള്ള എന്തോ മനസ്സിലായി. ഞാൻ വീട്ടിൽ പറഞ്ഞില്ല, കാരണം എനിക്ക് കിട്ടത്തില്ലെന്ന് ഉറപ്പായിരുന്നു. എവിടുന്നാണ് വിളിച്ചതെന്ന് പോലും എനിക്ക് അറിയത്തില്ല. പിന്നെ ഞാൻ ആ സമയത്ത് ജോലി നോക്കിക്കൊണ്ട് കിടക്കുക, കാരണം എനിക്ക് ജോലിയില്ല. അപ്പം ഞാൻ ഉച്ചയ്ക്ക് വേറൊരു ഹോസ്പിറ്റലിൽ ഇൻ്റർവ്യൂവിന് ഇങ്ങനെ പോയപ്പം എനിക്ക് ഇതേ കണക്ക് വീണ്ടും ആ നമ്പറിൽ നിന്ന് കോള് വന്നു. അപ്പോൾ കോള് വന്നപ്പോൾ അവർ പറഞ്ഞ് ഐശ്വര്യ ഫോൺ ഇൻ്റർവ്യൂ പാസ്സായി, ഇനി ഫേസ് ടു ഫേസ് ഇൻ്റർവ്യൂ ഇങ്ങനെ മിലിറ്ററി ഹോസ്പിറ്റലിനാന്ന് പറഞ്ഞ്. എനിക്കപ്പം തോന്നി ഞാൻ കേട്ടതിൻ്റെ കുഴപ്പം, മിലിറ്ററി എന്നെ വിളിക്കാനോ, മിലിറ്ററിന്ന് വിളിക്കുമെന്നൊരു പ്രതീക്ഷയില്ല. കാരണം ഞാൻ പറഞ്ഞല്ലോ ചുമ്മാ ഞാനിങ്ങനെ നിയോഗത്തിലും ചുമ്മാ മിലിറ്ററിന്ന് എഴുതി വെച്ചതാണ്. അപ്പം ഞാൻ വിചാരിച്ചില്ല എന്നെ വിളിക്കാൻ ഒരു സാധ്യതയില്ല. ഞാൻ പറഞ്ഞു ഞാൻ കേട്ടതിൻ്റെ കുഴപ്പമായിരിക്കും അമ്മ, വേറെ എവിടുന്നോ വിളിച്ച് മെയിൽ വരട്ടെ നമുക്ക് ചെക്ക് ചെയ്യാമെന്ന് പറഞ്ഞ്. മെയിൽ വന്നപ്പോൾ സൂക്ഷം പോലെ മിലിറ്ററിയിൽ നിന്ന് എനിക്ക് ഇൻ്റർവ്യൂവിന് വിളിച്ച്. എനിക്കറിയത്തില്ല, എനിക്ക് ജോലി കിട്ടിയില്ലെങ്കിലും എനിക്ക് എന്തോ ഭയങ്കര സന്തോഷമായി. കാരണം അമ്മ പറഞ്ഞ ഒരു കാര്യത്തിന് ഞാൻ ചുമ്മാ എഴുതി വെച്ചത് അത്. അപ്പം ഒരു കോള്, ഇന്നേ വരെ ഇത്രയും നാൾ അവിടെ നിന്നിട്ട് ആർക്കും കിട്ടാത്തൊരു ഭാഗ്യം, ഒരു കോള്, ഇൻ്റർവ്യൂവിനായാലും ഒരു കോള് വന്നപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷം. അപ്പോഴേ ഞാൻ വിചാരിച്ചു ജോലി കിട്ടിയാലും കിട്ടിയില്ലെങ്കിലും ശരി, ഞാനിത് എൻ്റെ അമ്മയുടെ അടുത്ത് നിയോഗം സാക്ഷ്യം പറയുമെന്ന് പറഞ്ഞു. കാരണം വെച്ചാൽ അത് കിട്ടിയത് എനിക്ക് ഉറപ്പാണ്. എന്നുവെച്ചാൽ ഞാൻ എഴുതി വെച്ച അന്നേ ദിവസം ഇത് ഇത്രയും നടക്കുന്നത്. അപ്പോൾ എനിക്കത് ഭയങ്കര സന്തോഷം. ഞാൻ പോയി ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്ത്, പക്ഷെ പിന്നൊന്നും എനിക്ക് വന്നില്ല. പക്ഷെ ഞാനത് അമ്മയ്ക്ക് തന്നെ വിട്ടുകൊടുത്തു, കാരണം അത് അമ്മയായിട്ട് തന്ന കോള. ചിലപ്പോൾ എനിക്ക് അതിലേക്ക് കൂടുതൽ അടുക്കാനായിരിക്കും, എനിക്കറിയത്തില്ല. അതെന്തായാലും ഞാൻ അമ്മയ്ക്ക് തന്നെ വിട്ടുകൊടുത്ത്, അത് കിട്ടിയാലും ഇനി കിട്ടിയില്ലെങ്കിൽ അത് അമ്മയുടെ ഹിതം എന്താണ് അതുപോലെ മുന്നോട്ട് പോട്ടെ എന്ന് വെച്ച്. പിന്നെ എനിക്ക് ജോലിയൊന്നും ആയില്ല. ഞാൻ എന്നിട്ട് ഇവിടെ വന്ന് തീർത്ഥാടന ഉടമ്പടി എടുത്ത് ഫെബ്രുവരി 27, 2025 ഞാൻ ഇവിടെ വന്ന് ഉടമ്പടി എടുക്കുന്നത്. ഞാൻ അച്ഛനെ കണ്ടായിരുന്നു. ഇവിടെ വന്ന് ഉടമ്പടി എടുത്ത് പോയതിന് ശേഷം എനിക്ക് അതിന് വലിയൊരു അനുഗ്രഹം കിട്ടി. ഞാൻ അക്കൗണ്ടൻ്റാണ്, പക്ഷേ എൻ്റെ ഫീൽഡിൽ ഇന്നേ വരെ എനിക്ക് അവിടെ വർക്ക് ചെയ്യാൻ പറ്റിയില്ല. 1.5 വർഷമായി ഞാനിപ്പോൾ അവിടെ ചെന്നിട്ട്. ഇന്നേ വരെ ഞാൻ റേഡിയോളജിയിലാണ് വർക്ക് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ എനിക്ക് ഭയങ്കര സങ്കടമായിരുന്നു. അക്കൗണ്ടൻ്റാണ്, നമ്മൾ ചെയ്തില്ലെങ്കിൽ നമ്മുടെ കാര്യങ്ങളെല്ലാം നമ്മൾ മറന്നു പോകും.
ചെയ്യാതിരുന്ന. അപ്പോൾ എനിക്ക് ഭയങ്കര സങ്കടമായിരുന്നു. ഞാൻ പഠിച്ച കാര്യം, ഞാൻ എന്തോ ചെയ്യുന്നു, അപ്പോൾ പഠിച്ച ഫീൽഡെല്ലാം വിട്ടു പോവുകയാണല്ലോ എന്ന്. പക്ഷേ ഇവിടെ വന്ന് ഉടമ്പടി എടുത്ത് പ്രാർത്ഥിച്ചിട്ട് അച്ഛൻ്റെ അനുഗ്രഹം കിട്ടിപ്പോയി. എനിക്ക് ഞാൻ പഠിച്ച ഫീൽഡിൽ ഇപ്പം ഞാനൊരു കമ്പനിയിൽ അക്കൗണ്ടൻ്റായിട്ട് വർക്ക് ചെയ്യുക. അതിനെനിക്ക് എൻ്റെ അമ്മ മാധവനോട് യേശുപ്പയോട് ഒത്തിരി നന്ദിയുണ്ട്. കാരണം അമ്മയുടെ അപ്പൻ്റെ അനുഗ്രഹം കൊണ്ട് മാത്രമേ എനിക്ക് അക്കൗണ്ടൻ്റായിട്ട് തന്നെ ഒരു ജോലി കിട്ടിയത്. അതിനെനിക്ക് അമ്മയുടെ അപ്പനോട് ഒത്തിരി നന്ദിയുണ്ട്. പിന്നെ രണ്ടാമത്തെ സാക്ഷ്യം എന്ന് പറഞ്ഞാൽ എനിക്കൊരു രോഗസൗഖ്യം കിട്ടിയിട്ടുണ്ട്. എനിക്ക് PCOD അസുഖം ഉണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് 5-6 മാസം ഇങ്ങനെ പീരീഡ്സ് കറക്റ്റ് അല്ലായിരുന്നു. അപ്പം ഞാനിങ്ങനെ ഹോസ്പിറ്റലിൽ കാണിച്ചപ്പോൾ എനിക്ക് PCOD കൂടുതലാണെന്നാണ് പറഞ്ഞ് മരുന്ന് എടുക്കണമെന്ന് പറഞ്ഞു, ട്രീറ്റ്മെൻറ്റ് ചെയ്യണമെന്ന് പറഞ്ഞ്. ഞാനപ്പോൾ ആ സമയത്ത് അമ്മയുടെ അസുഖം വന്ന് അപ്പോൾ ഞാനത് മൈൻഡ് ചെയ്തില്ല. പിന്നെ അമ്മ ഉടമ്പടി എടുത്തിട്ട് വന്ന്, അപ്പം ഞങ്ങൾ ഉടമ്പടി എടുത്തിട്ടില്ല, ഇങ്ങനെ പ്രാർത്ഥിക്കുന്നുണ്ട്. അപ്പം ഞാൻ അമ്മേൻ്റെ അടുത്ത് പറഞ്ഞു, പൊടി നീ അത് കൊണ്ട് കാണിക്കണം, ഇങ്ങനെ വെച്ചുകൊണ്ടിരിക്കരുത്, കാരണം PCOD ഇങ്ങനെ. അപ്പോൾ ഇന്ന് എനിക്ക് പീരീഡ്സ് ആയിട്ടില്ല. അപ്പം തന്നെ ഒരു 5-6 മാസം കഴിഞ്ഞ്. അപ്പം ഞാൻ പറഞ്ഞു, അമ്മ ഞാൻ ഈ ഒരു മാസം നവംബർ ടൈമാണ്. ഞാൻ പറഞ്ഞു, അമ്മ എനിക്ക് ഈ ഒരു മാസം ഞാൻ എന്തായാലും ഈ ഒരു മാസം കഴിഞ്ഞിട്ട് ഞാൻ പോകാമെന്ന് പറഞ്ഞു. എന്നിട്ട് ഞാൻ അമ്മ മാതാവിനോടും പോയി പറഞ്ഞ്, മാതാവേ എനിക്ക് ഈ ഒരു മാസം, ഈ നവംബർ മാസം തീരുന്നതിന് മുമ്പ് എനിക്ക് പീരീഡ്സ് ആക്കി തരണേ. എനിക്ക് പോയി മരുന്ന് മേടിച്ച് കഴിക്കാനൊന്നും വയ്യ. ഇനി PCOD മരുന്ന് കഴിച്ച് കഴിഞ്ഞാൽ പിന്നെ കഴിച്ചുകൊണ്ടിരിക്കണം. എനിക്ക് പോയി കഴിക്കാനൊന്നും വയ്യ. എനിക്ക് ഈ മാസത്തിൽ തന്നെ പീരീഡ്സ് ആക്കി തരണേന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ ഉടമ്പടി തൈലം വെച്ച് വയറ്റി കുരിശ് വരയ്ക്കുമായിരുന്നു. അങ്ങനെ നവംബർ 30 ആ മാസം തീരാറായി. അപ്പോൾ അമ്മേൻ്റെ അടുത്ത് വീണ്ടും പറഞ്ഞ്, പൊടി നീ പോയി മരുന്ന് മേടിക്കണം, ഈ മാസവും തീരാറായി, ഇങ്ങനെ ആയിട്ടില്ല എന്ന് പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു, അമ്മ ഇന്ന് ഈ ഒരു ദിവസവും കൂടി ഇല്ലേ, നാളെ ആവട്ടെ ഞാൻ പോകാമെന്ന് പറഞ്ഞു. എന്നിട്ട് ഞാൻ വീണ്ടും പോയി പറഞ്ഞു, മാതാവേ ഈ ഒരു ദിവസവും കൂടെ ഉള്ളൂ, ഞാൻ പറഞ്ഞതാ ഈ ഒരു മാസത്തിനകത്ത് എനിക്ക് ആക്കി തരണേ, എനിക്ക് പോയി മരുന്ന് മേടിക്കാൻ വയ്യ. എന്നിട്ട് ഞാൻ വീണ്ടും വിശ്വാസ പ്രമാണം ചൊല്ലി തൈലം വെച്ച് കുരിശ് വരച്ച് സൂക്ഷം പോലെ എനിക്ക് ആ ദിവസം തന്നെ എനിക്ക് മാതാവ് പീരീഡ്സ് ആക്കി തന്നു. പിന്നെ ഇന്നേ വരെ എനിക്കൊരു പ്രശ്നവും ഇല്ല. പിന്നെ എനിക്ക് ഭയങ്കര പെയിനായിരുന്നു PCOD ആ ഇതായതുകൊണ്ട്. പക്ഷെ പിന്നെ എനിക്കൊരു പ്രശ്നവും ഇല്ലായിരുന്നു. എനിക്ക് അഥവാ പെയിൻ വരുന്ന സമയത്ത് ഞാൻ തൈലം പുരട്ടിയാൽ എനിക്ക് ആ പീരീഡ്സിൻ്റെ കാര്യത്തിൽ പിന്നെ ഇതുവരെ എനിക്കൊരു പ്രശ്നം തന്നിട്ടില്ല. എനിക്കിപ്പോൾ ഒരു PCOD അസുഖവും ഇല്ല. ഞാൻ ഒരു ട്രീറ്റ്മെൻറ്റും എടുത്തിട്ടില്ല. അങ്ങനെ എനിക്ക് ഒരു വലിയ രോഗസൗഖ്യം തന്നിട്ടുണ്ട്. അതിന് എൻ്റെ അമ്മ മാതാവിനോട് യേശുപ്പയോട് ഒത്തിരി നന്ദി പറയുന്നു. അതുപോലെ തന്നെ ഞാൻ എൻ്റെ എല്ലാ കാര്യങ്ങളും, എൻ്റെ അമ്മയും എൻ്റെ അപ്പായും ചേച്ചി പറഞ്ഞ കണക്ക് തന്നെ എല്ലാം, ഇപ്പം ഞാൻ എവിടെയെങ്കിലും പോവുകയാണെങ്കിൽ തന്നെ അമ്മയും അപ്പായും ഞാൻ പോവുകയാണേ എന്ന് പറഞ്ഞിട്ടാണ് ഓരോ കാര്യത്തിന് എടുക്കുന്നത്. അതുകൊണ്ട് ഞങ്ങൾക്ക് തന്നിട്ടുള്ള എനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു ഈ ആൾക്കാരുടെ 3 പേരും കൂടെ ഒരുമിച്ച് വന്ന് സാക്ഷ്യം പറയണമെന്ന്. അപ്പോൾ അത് ആദ്യമായിട്ട് ഇങ്ങനെ 3 പേരും വന്ന് സാക്ഷ്യം പറയാൻ തന്നതിനെല്ലാം ഒത്തിരി നന്ദി. പ്രേക്ഷിത പ്രവർത്തനം എന്ന് പറയുന്നത്, ഞാൻ ഇവിടുന്ന് 3 ഭാഷയിലുള്ള പത്രങ്ങൾ കൊറിയർ വഴി അവിടെ ഖത്തറിൽ വരുത്തുന്നുണ്ട്. തമിഴ്, ഇംഗ്ലീഷ്, മലയാളം പത്രം 3 ഭാഷയിലെയും പത്രങ്ങൾ വരുത്തി ഖത്തറിൽ ഞങ്ങൾ വിതരണം ചെയ്യുന്നുണ്ട്. പിന്നെ ഇവിടെ സഞ്ചാരി മാതാവ് എന്ന് പറയുന്നൊരു എനിക്കൊരു ഗ്രൂപ്പുണ്ട് ഇവിടെ നാട്ടിലെ. ആ ഗ്രൂപ്പ് വഴി ഞങ്ങൾ ഒരുപാട് പ്രേക്ഷിത പ്രവർത്തനങ്ങൾ ചെയ്യുന്നുണ്ട്. അതിലൂടെ തന്നെ ഒരുപാട് മക്കളുടെ പ്രാർത്ഥനയ്ക്ക് ഞങ്ങൾക്ക് ആ ഗ്രൂപ്പ് വഴി ഞങ്ങൾക്ക് സാക്ഷ്യം പറയാൻ കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ അഖണ്ഡ ജപമാല ഗ്രൂപ്പ് ഞാൻ ഖത്തറിൽ ഇപ്പോൾ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. ഞാൻ ഇവിടെ വന്ന് ഗ്രൂപ്പ് രജിസ്റ്റർ ചെയ്തു. ഇനി ഇവിടുന്ന് ചെല്ലുമ്പോൾ തന്നെ ഖത്തറിൽ ആ ഗ്രൂപ്പ് സ്റ്റാർട്ട് ചെയ്യും. ജപമാല വാങ്ങിയിട്ടുണ്ട്. പിന്നെ എല്ലാ മാസവും ഞങ്ങൾ അഖണ്ഡ ജപമാല ചെല്ലാറുണ്ട്, ഒരു സമ്പൂർണ്ണ ജപമാല ചെല്ലാറുണ്ട്. അതെല്ലാം ഈ സഞ്ചാരി ഗ്രൂപ്പ് വഴിയാണ്, മാതാവ് ഗ്രൂപ്പ് വഴിയാണ് ഞങ്ങൾ ചെയ്യുന്നത്. പിന്നെ ഫുഡ് വിതരണം, ഞാൻ നാട്ടിൽ വന്ന് നിൽക്കുമ്പോൾ ഞാൻ നേരിട്ട് തന്നെ പോയി രോഗികളെ കാണാറുണ്ട്, പത്രങ്ങൾ കൊടുക്കാറുണ്ട്. ആ പ്രേക്ഷിത പ്രവർത്തനങ്ങളെല്ലാം നേരിട്ട് തന്നെ ചെയ്യാറുണ്ട്. ഞാൻ ഖത്തറിൽ നിൽക്കുന്ന സമയത്ത് ഞാനിവിടെ ഗ്രൂപ്പ് വഴി പൈസ അയച്ചു കൊടുത്ത്, ഫുഡിനുള്ള പൈസ അയച്ചു കൊടുത്ത് അങ്ങനെ ചെയ്യാറുണ്ട്. അങ്ങനെ പ്രേക്ഷിത പ്രവർത്തനങ്ങളെല്ലാം ചെയ്യുന്നുണ്ട്. പിന്നെ ആത്മീയതയിൽ കൂടുതൽ വളരാൻ എനിക്ക് സാധിച്ചിട്ടുണ്ട്. നേരത്തെ ഒന്നും ബൈബിൾ വായിക്കാൻ, എനിക്ക് സത്യത്തിൽ ഞാൻ എൻ്റെ ഭർത്താവ് മരിക്കുന്ന സമയത്ത് ഞാനിങ്ങനെ ബൈബിൾ വായിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് എൻ്റെ ഭർത്താവ് മരിക്കുന്നത്. പക്ഷേ ബൈബിളിനെ പറ്റി എനിക്കൊന്നും അറിയില്ല, അതിനകത്ത് വചനങ്ങൾ എന്തെന്ന് പോലും എനിക്കറിയില്ലായിരുന്നു. പക്ഷെ ഞാൻ ഇതിലേക്ക് വന്നതിന് ശേഷം ഒരുപാട് ഈ ഓരോ അധ്യായവും വായിക്കുമ്പോഴും നമുക്ക് ആ അതിനകത്ത് പ്രധാനപ്പെട്ട വചനങ്ങൾ അപ്പോൾ തന്നെ എനിക്ക് മനസ്സിൽ പതിയാറുണ്ട്. അപ്പം അതിലൂടെ ഒത്തിരി ആത്മീയതയിൽ എനിക്ക് വളരാൻ പറ്റി. പിന്നെ പ്രാർത്ഥനയിലൊക്കെ ഞങ്ങൾ കറക്റ്റായിട്ട് എല്ലാ പ്രാർത്ഥനകളും നന്നായിട്ട് കൊണ്ടുപോകുന്നുണ്ട്, പ്രേക്ഷിത പ്രവർത്തനങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. ഇതിനെല്ലാം സഹായിച്ചു തന്ന എൻ്റെ അമ്മ മാതാവിനും ഈശോപ്പായ്ക്കും കോടാനുകോടി നന്ദിയുണ്ട്. ഒരു കാര്യം പറയാൻ വിട്ടു കേട്ടാ,
ഞങ്ങൾ ഇവിടെ ഡാൻസ് സെൻറ്റർ നടത്തിക്കൊണ്ടിരുന്നത് കേട്ടോ. ഞങ്ങളിവിടെ ഡാൻസ് പഠിച്ചുകൊണ്ടിരുന്നതാണ്. ഞങ്ങളിവിടെ പഠിപ്പിച്ചുകൊണ്ടിരുന്നതാണ്. അപ്പം ഞങ്ങൾ ചേച്ചി ആദ്യം മസ്കറ്റിലാണ് പോയത്. അപ്പോൾ ചേച്ചി 6 വർഷമായിട്ട് ഡാൻസ് നിർത്തി വെച്ചിരുന്നത്. അപ്പം ഞാനും പോയപ്പം ഡാൻസ് ചെയ്യാൻ പറ്റുന്നില്ലെന്ന്. അപ്പോൾ ഭയങ്കര സങ്കടമായിരുന്നു. കാരണം ഇത്രയും പഠിച്ചിട്ട് ഒന്നും ചെയ്യാൻ പറ്റുന്നില്ലല്ലോ. കാരണം പഠിച്ചല്ലേ നമ്മുടെ കയ്യിൽ നിന്ന് പോവുമല്ലേ ചെയ്യാതിരിക്കുമ്പോൾ. അപ്പോൾ അമ്മയ്ക്കും ഭയങ്കര സങ്കടമായിരുന്നു. അമ്മ മാതാവിൻ്റെ യേശോപ്പയുടെ അനുഗ്രഹം കൊണ്ട് ഞങ്ങൾക്കിപ്പം അവിടെ ഡാൻസ് പ്രോഗ്രാംസ് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. ഞങ്ങളിവിടെ പ്രോഗ്രാംസ് ചെയ്യുന്നു. ഇപ്പോൾ ഒരുവിധം ഞങ്ങളെ അവിടെ എല്ലാവർക്കും അറിയാം. ഞങ്ങൾക്ക് കഴിഞ്ഞ് നവംബർ 6, നവംബർ 15, ഡിസംബർ 12 എല്ലാം ഞങ്ങൾക്ക് പ്രോഗ്രാം ബുക്കായി കിടക്കുക. അപ്പം ഇത്രയും വലിയ നല്ല വലിയ സ്റ്റേജുകളിലാണ് ഞങ്ങൾക്കിപ്പോൾ പ്രോഗ്രാം തരുന്നതും. ഇപ്പം ഞങ്ങൾക്ക് ചെറിയ ചെറിയ പേയ്മെൻറ്റും കിട്ടുന്നുണ്ട്. അപ്പം ഞങ്ങളുടെ ഡാൻസ് വീണ്ടും ഞങ്ങൾക്ക് കൊണ്ടുപോകാൻ കഴിഞ്ഞത് ഈ അമ്മ മാതാവിൻ്റെ യേശോപ്പയുടെ ഒറ്റ അനുഗ്രഹം കൊണ്ടാണ്. അപ്പം മാതാവിനും അപ്പായിക്കും ഒത്തിരി നന്ദിയുണ്ട്. ഞങ്ങളുടെ പ്രൊഫഷനോട് കൂടെ തന്നെ ഞങ്ങളുടെ കലയെ ഞങ്ങൾക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിഞ്ഞതിന്. അപ്പം ഞങ്ങൾക്ക് തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും അമ്മയ്ക്കും അപ്പായിക്കും കോടാനുകോടി നന്ദി.